നമ്മളൊരു 24/7 സർവൈലൻസിലായിരിക്കും. അതായത് CPM ലീഡർഷിപ്പും മറ്റ് എതിർ പാർട്ടികളും നമ്മളെ വളരെ കൃത്യമായി ഒരു സർവൈലൻസ്, അങ്ങനെ വീട്ടിൽ CCTV ഉണ്ടോ എന്ന് ചോദിച്ച പോലെ നമ്മുടെ ചുറ്റും ഒരു CCTV ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആയിരിക്കും. ഈ രാത്രിയിൽ പിണറായി വിജയനെയൊക്കെ വിമർശിച്ചിട്ട് പോയി കിടക്കുമ്പോൾ ഗേറ്റ് തുറന്നൊരു മാഷാള്ള സ്റ്റിക്കർ വരുമെന്നുള്ള ഭയമുണ്ടോ? അല്ല, മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇനോവകൾ പലയിടത്തും വന്നിട്ടുണ്ട്. ഇപ്പം ധൻരാജിൻ്റെ കേസ് കഴിഞ്ഞ ദിവസം അങ്ങ് വായിച്ചല്ലോ, രക്തസാക്ഷി ഉണ്ടാക്കിയിട്ട് ആ പൈസ അടിച്ചു മാറ്റുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഭീഷണികളുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ വീണുപോയാൽ, ഞാനോ താങ്കളോ ഒരു കൊലക്കത്തിക്ക് ഇരയാക്കപ്പെട്ടാൽ നമ്മളുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആ ചർച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ നാക്ക് പഴച്ചു പോലും അങ്ങനെ പറയരുത്. ഈ മുതലാളിമാർക്കൊപ്പമാണ് UDF എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, LDF മുതലാളിമാരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായത്. CPM പിണറായി വിജയൻ A-ക്ലാസ് മുതലാളിയല്ലേ? പിണറായി വിജയൻ്റെ മകളുടെ സ്വത്ത് എത്രയാണെന്ന് അംഗീകരിക്കുന്നു. അവർ നടത്തുന്ന വർക്കുകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ PR എക്സസൈസും വീണ വിജയൻ വഴിയല്ലേ പോകുന്നത്. അതെ, മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ? ഏത് രാഷ്ട്രീയക്കാരനാണ് മത്സരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒക്കെ ഒരു പോസ്റ്റിൽ മത്സരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞാൽ ഏത് പോസ്റ്റിലും ഏത് രീതിയിലും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. നമസ്കാരം, നേഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം. നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ അതിഥി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയാണ്. നമസ്തേ. നമസ്തേ. വസന്ത് തെങ്ങുംപള്ളി ഈ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ ജനിച്ച് വളർന്ന് സംഘടനാ പ്രവർത്തനം ചെയ്തിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ വക്താവായി മാറിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ ആദ്യമേ തന്നെ. വസന്ത്, എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? സാധാരണ ഈ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാറുകാർക്കൊക്കെ കേരള കോൺഗ്രസിനോടൊക്കെ വലിയ മമതയുള്ള നാടാണ്. PC ജോർജൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച മണ്ണിലാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയം തിരഞ്ഞെടുത്തത്? ഒന്ന്, എൻ്റെ ഫാമിലിയുടെ ബേസ്, അപ്പൻ്റെ അനിയനും ഒക്കെ ഒരു ലെഫ്റ്റാണ്. ഞാനും ബേസിക്കലി ലെഫ്റ്റ് തന്നെയാണ്. ലെഫ്റ്റ് എന്ന് വെച്ചാൽ CPM അല്ല എന്ന വ്യക്തമായ ബോധ്യം. ഞാനും ബേസിക്കലി ലെഫ്റ്റാണ്. നമ്മളെല്ലാം ലെഫ്റ്റാണല്ലോ. അപ്പോൾ പക്ഷെ കുറച്ചുകൂടി ഇടത് അനുഭവമുള്ളവരായിരുന്നു. ഞാനൊരു കോളേജിലെത്തുന്ന സമയം വരെയൊക്കെ നമ്മൾ ഒരു ലെഫ്റ്റ് രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടായിരുന്നവരാണ്. CPM പ്രവർത്തിക്കുകയോ CPM അനുഭവമല്ല. പക്ഷേ അവിടെ വരുമ്പോഴാണ് ഈ SFIയുടെ ഒരു അക്രമ രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ ഈ ഒഴുക്കിനെതിരെ നീന്തി തുടങ്ങുക എന്നതാണ് നമ്മുടെ ഒരു ജനസിൻ്റെ ഭാഗം. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ KSUവിനോട് യൂണിറ്റ് വളരെ ശുഷ്കമായി ഉണ്ടായിരുന്നൊരു സമയമാണ്. SFIയുടെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുക എന്ന ആഗ്രഹം കൊണ്ടാണ് KSU രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് അവിടെ യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റായി, ഒരു വേള യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായി, KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയായി. പിന്നീടാണ് യൂത്ത് കോൺഗ്രസിലേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ബൂത്ത് ഭാരവാഹിത്വം തൊട്ട് പിന്നീട് പാർട്ടിയുടെ അംഗീകാരം കൊണ്ട് ഇപ്പോൾ ദേശീയ മീഡിയ പാനലിസ്റ്റ് വരെ എത്താൻ സാധിച്ചു. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ ജീവൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരുപാട് നമ്മൾ വായിക്കുകയും ഗാന്ധിയെയും നെഹ്റുവിനെയൊക്കെ അടുത്തറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ ലെഫ്റ്റ്, അതായത് ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ സോഷ്യലിസ്റ്റ് പാർട്ടി അത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്തത് നെഹ്റുവിനെയാണ്, അല്ലാതെ വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെയല്ല. ഇവിടെ ഉള്ളത് പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു 5-8 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും ഇല്ല. കമ്മ്യൂണിസ്റ്റുകൾ എല്ലാം പിണറായിസ്റ്റുകളാണ്. പിണറായിസ്റ്റുകളുടെ ഒരു കൂട്ടമാണത്. അപ്പോൾ യഥാർത്ഥ ഒരു ഇടതുപക്ഷമായി നിൽക്കാൻ, ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റിയ ഇടം അത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ്, ഇന്ത്യയുടെ ഹൃദയ തുടിപ്പ് അത് കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് കോൺഗ്രസിനൊപ്പം ചേർന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചത്. കോൺഗ്രസ് പാർട്ടി എന്നെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഈ യാത്രയിൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയവും ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ വേണ്ടിയിരുന്നില്ല കോൺഗ്രസിനൊപ്പമുള്ള യാത്ര എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. രാഷ്ട്രീയ പ്രവർത്തനമല്ലേ, നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് ഏത് പാർട്ടിയിലാണെങ്കിലും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് CPMലാണെങ്കിലും ഉണ്ടാവില്ല. രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ 24/7 രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന് ഒരു ഇന്ന ടൈം ടു ഇന്ന ടൈം എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും, വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടതായി വരാം. യുവജന രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെ എങ്ങനെയാണ്, കേസുകളുണ്ടാവും, ചിലപ്പോൾ നമുക്ക് പരിക്കേറ്റെന്ന് വരും, ആക്രമണങ്ങളുണ്ടായി, ഇതൊക്കെ ഉണ്ടാവില്ല. അത് യുവജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ചർച്ചയിലേക്ക് ഇരുന്ന് CPMനെതിരെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അന്ന് വൈകിട്ട് ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിദേശ നമ്പറുകളിൽ നിന്ന് നമുക്ക് കോൾ വരും. ആദ്യ ഘട്ടത്തിലൊക്കെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ഇത് ഇങ്ങനെ കോൾ വരുന്നല്ലോ എന്ന് പറഞ്ഞ്.
പക്ഷെ പിന്നീട് നമുക്കതൊരു ശീലമായി. അപ്പം ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ട് പറയൂ, ആ ശരി, ഓക്കെ, ആയിക്കോട്ടെ, ഓക്കെ സുഹൃത്ത് എന്ന് പറയും. അതിലൊരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഒരാളെന്നെ വിളിച്ചു. അപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ചപ്പോൾ അപ്പോൾ CPM ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റ് മായുള്ള ഒരു തർക്കത്തിന് ശേഷമാണ് ഒരു വിദേശ നമ്പറിൽ നിന്ന് എന്നെ വിളിച്ച് കൊല്ലും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സുഹൃത്ത് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഞാനിത് CPM നിങ്ങളുടെ ഗസ്റ്റിനോട് അവിടെ വെച്ച് ചോദിച്ച സംശയമാണ്, അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല, താങ്കൾ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടുപോയി കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. വലിയ അടുത്ത സുഹൃത്തുക്കൾ, എന്നെ കൊല്ലാൻ വിളിച്ച ആളാണ്, പക്ഷേ ഇപ്പോൾ എൻ്റെ ചർച്ചയൊക്കെ കണ്ടിട്ട് അഭിപ്രായമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കണമോ എന്ന് ഇതുവരെ ചിന്തിക്കേണ്ട വന്നിട്ടില്ല. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ 24 ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞ പോലെ, രാത്രി കൊല്ലാൻ വിളിച്ചവൻ ചേട്ടാ ക്ഷീണിച്ചുറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ എന്നാ ഞാൻ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ പല സമയങ്ങളിലും ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എതിർത്ത് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ചർച്ചയ്ക്ക് പോകുന്ന പാനലിസ്റ്റുകളുടെ ജീവിതം ഇച്ചിരി കഷ്ടപ്പാടാണ് അല്ലേ? നിങ്ങൾ ടാർഗറ്റ് ചെയ്യും. നാളെ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കൊക്കെ ഇറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ടാർഗറ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയം അല്ല. അതിലെന്താണെന്ന് അറിയോ, ഇപ്പം ഇൻസൈഡ് ദ പാർട്ടി പോലും പലരും പറയും ചർച്ചാ ജീവികൾ എന്ന് വിളിച്ച്, ഇപ്പം ജിൻഡോ ആണെങ്കിലും എന്നെ ആണെങ്കിലും മറ്റുള്ളവരൊക്കെ മീൻസ് ഒരു പ്രശ്നം പറയുമല്ലോ, ഇവർ ചർച്ചക്കാരാണ് എന്ന് പറയുമല്ലോ. പക്ഷേ ഈ ചർച്ചക്കാർ ഗ്രൗണ്ടിൽ ചെയ്യുന്ന പണി പലരും കാണില്ല. കാര്യം ചർച്ചയാണല്ലോ ഏറ്റവും മുമ്പിൽ നിൽക്കുക, അതിനാണ് ലൈം ലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്ത പണി പലപ്പോഴും താഴേക്ക് പോകും. പക്ഷെ അതിൽ പ്രശ്നം എന്താണ്, ഇപ്പം ജിൻഡോ ജോൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാനാണെങ്കിലും മറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാണെങ്കിലും നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ ചർച്ചയ്ക്ക് വെറുതെ ഇരിക്കുകയില്ല. നമുക്കൊരു 2 മണിക്കൂർ നേരത്തെ പ്രിപ്പറേഷൻ എൻ്റെ പിന്നിലുണ്ട്. ചിലപ്പോൾ യാത്ര ചെയ്താണ് നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകേണ്ടി വരിക, അല്ലെങ്കിൽ അവർ വരിക. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഒരു 3-4 മണിക്കൂർ ഇതിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നുണ്ട്. മാത്രമല്ല എല്ലാ പാർട്ടികളെയും സംബന്ധിച്ച് അവരുടെ യഥാർത്ഥ രാഷ്ട്രീയം പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വക്താക്കൾ തന്നെയാണ്. CPM ആണെങ്കിലും അതായത് ലീഡർഷിപ്പ് അത് ഒരു ടൈം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വൈകുന്നേരം അത് രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഈ വക്താക്കൾക്കാണ്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനത്തിൽ ഈ വക്താക്കൾക്ക് വലിയ പങ്കുണ്ട്. ഇപ്പം അങ്ങനെ രോഹിത്ജിക്ക് അറിയാമല്ലോ, പണ്ട് സോഷ്യൽ മീഡിയ രാഷ്ട്രീയക്കാരെന്ന് പലരെയും വിളിക്കുമായിരുന്നു. ഇന്ന് മുതിർന്ന നേതാക്കൾക്ക് പോലും CPM പോലും ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റില്ലാത്ത അവസ്ഥയാണ്. പിണറായി വിജയൻ പോലും എത്ര കോടി രൂപയാണ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റി. അതിൽ ഏറ്റവും മനോഹരമായി CPM നേതാക്കന്മാർ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ടീം ആരാണെന്ന് എനിക്കറിയില്ല. ഞാനൊരു വീഡിയോ പറഞ്ഞു, അത് ആ ടീം ആരാണെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ കുറച്ച് പേരെ ഞാൻ കണക്ട് ചെയ്ത് തരാം. G ശിവൻകുട്ടിയുടെ ടീമാണ്. ഈ ചില വിഷയങ്ങളെ വളരെ നർമ്മത്തോടുകൂടി കലക്കിക്കൊണ്ട് ചെറിയ വാചകങ്ങളിൽ പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് അദ്ദേഹം നേരിട്ട് എഴുതി എന്നാണ് വിചാരിക്കുക. നമുക്കറിയാമല്ലോ, എനിക്ക് തോന്നുന്നു നമ്മളെ VT ബൽറാം അദ്ദേഹം നേരിട്ടാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, ചില കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കും. അത് വളരെ മനോഹരമായ മറുപടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ എൻ്റെ ചോദ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ റിസ്ക് ഫാക്ടർ ഇപ്പം ഭീഷണിയല്ല, രാഷ്ട്രീയത്തിനുള്ളിൽ നാളെ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എൻ്റെ മണ്ഡലം കൂടിയാണ്. അന്ന് ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനൊപ്പം മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ നേരിട്ട ഒരു വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ ചർച്ചകളിലെ ക്ലിപ്പുകളായിരുന്നു. ഇപ്പോൾ അദ്ദേഹം നരേന്ദ്രമോദിയെ തെറിവിളിക്കുന്നത് കൊണ്ട് അത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ഹിന്ദു വിരുദ്ധനാക്കി ചിത്രീകരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഈ സന്ദീപ് വാര്യരുമായുണ്ടായ പോര്, അതൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ ഇദ്ദേഹം ഇത്ര സ്വഭാവക്കാരനാണ്, ഇദ്ദേഹത്തെ MLA ആക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സൈബർ ഇടങ്ങളിൽ വലിയ അറ്റാക്ക് നടന്നു. അപ്പോൾ വസന്തങ്ങമ്പള്ളി ഇപ്പോൾ പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ ചർച്ചകളിലൂടെ ഉണ്ടാകുന്ന ചില വാചകങ്ങളെ വളച്ചൊടിച്ച് തിരിച്ച് ക്ലിപ്പിങ്ങുകളൊക്കെ വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ അടിച്ചമർത്തി താങ്കളെ അല്ലാതാക്കാൻ പറ്റുന്നൊരു ഒരു ശക്തി സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. അതിനൊന്നും ഭയപ്പെടുന്നില്ലേ? അല്ല, തീർച്ചയായും അതുണ്ടെന്നേ. ഒന്നാമത്തത് ഈ വക്താക്കളുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ പ്യുവറായിട്ട് രാഷ്ട്രീയം പറയേണ്ടി വരികയാണ്. അത് ഒരുപാട് പേർ കാണുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ശത്രുക്കളുണ്ടാവും. ഓപ്പോസിറ്റ് സൈഡ് അവർക്കും തിരിച്ചും എല്ലാം അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളാണ് ഹാർഡ് കോറായി അടിച്ച് അറ്റാക്ക് ചെയ്ത് രാഷ്ട്രീയം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളത് നോട്ട് ചെയ്യപ്പെടും എന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അങ്ങനെ നോട്ട് ചെയ്യും. നമ്മുടെ ഈ ക്ലിപ്പുകൾ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് മത്സരങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10% നെഗറ്റീവ് വോട്ട് അതിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെ എവിടെയാണ് കവറപ്പ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്ന് ജനത്തിന് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് അവൻ ആ പറഞ്ഞതിൻ്റെ അകത്ത് കാര്യമുണ്ട്, അവൻ ആ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഒരിടയ്ക്ക് കൈരളി ചാനലിൽ കൂടുതൽ ചർച്ച ചെയ്യാൻ ആദ്യഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലായി, ഞാൻ ഒരു കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ കോൺഗ്രസ്സുകാർ ചിലപ്പോൾ എന്നെ മനസ്സിലാവണമെന്നില്ല, അവരെന്നെ കുറച്ച് ദൂരെയൊക്കെയുള്ള അവർ തിരിച്ചറിയണമെന്നില്ല. പക്ഷെ CPM അനുഭാവികളൊക്കെ അടുത്ത്
വസന്തല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ കൈരളി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം അവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എനിക്ക് വലിയ സന്തോഷമാണുള്ളത്. ട്രോൾ ചെയ്യപ്പെടാറുണ്ട്. ട്രോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഈ വീട്ടിൽ CCTV ഉണ്ടോ? ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ വർക്കിംഗ് അല്ല. വർക്കിംഗ് അല്ല. ഈ രാത്രിയിൽ പിണറായി വിജയനെയൊക്കെ വിമർശിച്ചിട്ട് പോയി കിടക്കുമ്പോൾ ഗേറ്റ് തുറന്നൊരു മാഷാള്ള സ്റ്റിക്കർ വെച്ചിങ്ങോ വരുമെന്നുള്ള ഭയമുണ്ടോ? നമ്മളെല്ലാം ഒരു ദൈവവിശ്വാസിയാണല്ലോ, അതിലാണ് നമ്മൾ മുമ്പോട്ട്. അല്ല, മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇനോവകൾ പലയിടത്തും വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ധൻരാജിന്റെ കേസ് കഴിഞ്ഞ ദിവസം അങ്ങ് വായിച്ചല്ലോ. രക്തസാക്ഷി ഉണ്ടാക്കിയിട്ട് ആ പൈസ അടിച്ചു മാറ്റുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഭീഷണികളുണ്ട്. പിന്നെ പ്രാദേശികമായി അവിടുത്തെ CPM ലീഡർഷിപ്പിനെല്ലാം നമ്മൾ നടത്തി വന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ പറ്റി കൃത്യമായി ബോധ്യമുണ്ട്. നമ്മൾ മണ്ണിൽ നിന്ന് പണിയെടുത്ത ഒരാളാണെന്നുള്ള അവബോധം അവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകളില്ല, മറ്റുള്ളത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ നെഗറ്റീവ് ഷെയ്ഡ് പറയുന്നതിനൊപ്പം പറഞ്ഞുകൊണ്ടൊരു കാര്യമാണ്. ഇപ്പം ഡോക്ടർ ജിൻഡോ ജോൺ, നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന, നമ്മുടെ നാഷണൽ ഫെസ്റ്റിൽ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന 2 കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഒന്ന് അഡ്വക്കേറ്റ് വസന്തപിള്ളി, ഡോക്ടർ ജിൻഡോ ജോൺ. കാരണം നിങ്ങൾക്ക് നമ്മളുമായിട്ടുള്ള ഒരു സഹകരണം ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഈ സമയം ഉണ്ടാക്കി വരുന്ന 2 പേരാണ്. അവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ജിൻഡോ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാളാണ്. വാർഡിൽ മത്സരിച്ച് ഇത്തവണ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചു. 14,000 ഇഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. കാരണം അദ്ദേഹത്തിന് ആളുകളിലേക്ക് ഓടിയെത്തുമ്പോൾ ജിൻഡോ നമുക്കറിയാം എന്നും TV അങ്ങനെ ഒരു സ്വീകാര്യത കൂടി അവിടെ ലഭിക്കുന്നു. തീർച്ചയായും അതൊരു വലിയ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ജനം കൂടുതൽ നമ്മളെ തിരിച്ചറിയാണല്ലോ. പിന്നെ നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തെ അവർ ഭയങ്കരമായി ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ പല കോൺഗ്രസ്സുകാരും ചിലപ്പോൾ എന്നെ വിളിച്ച് ഇതിങ്ങനെ പറഞ്ഞത് നന്നായി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇതിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായി എന്നും പറയും. അപ്പം നമ്മളത് കേൾക്കാൻ കൂടി ഇഷ്ടപ്പെട്ടാലേ അത് കാര്യമുള്ളൂ. കാര്യം അവരാഗ്രഹിക്കുന്നൊരു സ്പേസാണ്, അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇപ്പോൾ ജിൻഡോ ആണെങ്കിലും ഞാനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നിടത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ വലിയ ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ അവർ പറയുന്ന കൂടി കേൾക്കുക, അതുകൂടി മനസ്സിലാക്കി മുമ്പോട്ട് പോവുക. എനിക്കൊരു സംശയമുണ്ട്. എപ്പോഴും ഈ ചർച്ചയിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകളിൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ വാട്സാപ്പിലൂടെ ക്യാപ്സുകൾ അയച്ചു തരാൻ വേണ്ടിയുള്ള ടീമുണ്ടോ കോൺഗ്രസ്? ഒരിക്കലും ഇല്ല. കോൺഗ്രസ്സിന് PR ടീമൊന്നും ഇല്ലെന്ന് ഞാൻ പറയില്ല. എല്ലാ പാർട്ടികൾക്കും PR എക്സസൈസും ടീമുകളും ഉണ്ട്. നമുക്ക് വ്യക്തിപരമായി അങ്ങനെ ടീമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഇപ്പം ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല, ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സുഹൃത്തുക്കളൊക്കെ വാട്സാപ്പിൽ അയച്ചു തരും, ഇത് ഈ പോയിന്റ് ഒന്ന് ആഡ് ചെയ്യണം, ഈ പോയിന്റ്, അത് നമ്മൾ പറയാറുണ്ട്. അത് ഇല്ലെന്ന് പറയണ്ടല്ലോ. ഇപ്പോൾ വിദേശത്തേക്കുള്ള കോൺഗ്രസ് പ്രവർത്തകർ, എനിക്ക് അവരെ വലിയ സ്നേഹമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ അങ്ങേക്കറിയാലോ, ഇവിടുത്തെ സമയമല്ല അവിടുത്തെ സമയം. അപ്പോൾ പാതിരാത്രി ഉറങ്ങേണ്ട സമയത്ത് ഇരുന്നായിരിക്കും ഇവിടുത്തെ ചർച്ചകളൊക്കെ കണ്ട് ഇവർ നമുക്ക് വേണ്ടി ചിലപ്പോൾ പോയിന്റ്സ് അയക്കും, ചിലപ്പോൾ വീഡിയോസ് കട്ട് ചെയ്തിടുകയൊക്കെ ചെയ്യും. പ്രവാസി കോൺഗ്രസ് പ്രവർത്തകരോട് എനിക്ക് വലിയ സ്നേഹമാണുള്ളത്. ഈ നാട്ടിലുള്ള ചിലർ രാഷ്ട്രീയ പ്രവർത്തകർ ചിലപ്പോൾ പറയാം അവരവിടെയല്ലേ വിദേശത്തിൽ, പക്ഷെ അവരവിടെ ഉറങ്ങേണ്ട സമയത്താണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവരൊക്കെ നമുക്ക് പോയിന്റ്സ് ഇട്ട് തരാറുണ്ട്. പക്ഷെ അതൊരു സിസ്റ്റമൈസ്ഡ് സംവിധാനമൊന്നുമില്ല, പാർട്ടി തലത്തിലില്ല. ഇല്ല, അങ്ങനെ ഒരു സംവിധാനമില്ല. ഓക്കെ, അപ്പം നമ്മൾ തന്നെയാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തി കൃത്യമായിട്ട് പറയേണ്ടത്. ഇപ്പം അവതാരകനാണെങ്കിൽ പോലും പ്രോംപ്റ്ററിൽ അവന് ഉത്തരം മുട്ടുമ്പോൾ സാധനം വരും, അല്ലെങ്കിൽ ബാക്ക് എൻഡിൽ നിന്ന് ഉത്തരം കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല, നിങ്ങൾ തന്നെ പഠിക്കണം. നമ്മൾ അതാത് വിഷയത്തെ നരേഷൻ, കോൺഗ്രസിന്റെ ഒരു സ്റ്റാൻഡ് അത് KPCC നമ്മളെ അറിയിക്കും. ആ സ്റ്റാൻഡ് അനുസരിച്ച് നമ്മൾ ബാക്കി പറയുക എന്നുള്ളൂ. അത് ആ ലൈന്, അതായത് ഏത് ബൗണ്ടറിക്കുള്ളിൽ നിന്നാണ് സംസാരിക്കേണ്ടത് എന്നതിന് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ആ പാർട്ടി തീരുമാനം എല്ലാ വക്താക്കളെയും അറിയിക്കാറുണ്ട്. ഈ നമ്മൾ ഈ ചാനൽ ചർച്ചകളെ പറ്റി പറയുമ്പോൾ പറഞ്ഞു പോകുന്നൊരു പേരാണ്, ഞാൻ അദ്ദേഹത്തിന്റെ വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ചാനലുകളിൽ കത്തി നിന്ന ആളുകളൊക്കെ സ്ഥാനാർത്ഥികളായി. അപ്പോൾ ആ സമയത്ത് ആ ഗ്യാപ്പിലേക്ക് കയറി വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പുള്ളിയുടെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ചാനൽ ചർച്ചകളിലൂടെ ജനം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു, അതൊരു അനിയൻ ഫീൽ ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, ബാധ്യതകൾ, അത്രത്തോളം എതിർപ്പും ഇദ്ദേഹത്തിന് ഉണ്ടായി. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഉത്തരവാദിത്തം കൂടും. അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അപ്പുറത്തേക്ക് ഒരു വക്താവിന് ഉത്തരവാദിത്തം കൂടുതലാണ്. നമ്മളൊരു 24/7 സർവൈലൻസിലായിരിക്കും. അതായത് CPM ലീഡർഷിപ്പും മറ്റ് എതിർ പാർട്ടികളും നമ്മളെ വളരെ കൃത്യമായി ഒരു സർവൈലൻസ്, അങ്ങനെ വീട്ടിൽ CCTV ഉണ്ടോ എന്ന് ചോദിച്ച പോലെ നമ്മുടെ ചുറ്റും ഒരു CCTV ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആയിരിക്കണം. നമ്മൾ കൂടുതൽ അത്തരം കാര്യങ്ങളിൽ പക്വതയോടുകൂടി പെരുമാറേണ്ടതായി വരും. അത് ലൈംലൈറ്റിൽ നിൽക്കേണ്ടി വരുന്നവർക്കെല്ലാം, ഇപ്പം അങ്ങേക്കും അറിയാലോ, അങ്ങ് നിസ്സാരമായി പറയുമെങ്കിൽ അങ്ങൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ എത്രയോ പ്രോഗ്രാംസ് ചെയ്യുന്നു. അപ്പം നിങ്ങളെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് നിങ്ങളൊരു വണ്ടി കൊണ്ട് ഉറത്ത് ഇടിച്ചാൽ പെട്ടെന്ന് രോഹിത്തല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ രോഹിത്തിന്റെ വണ്ടി ഇടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ എടുത്ത് വെച്ച് കോഴിക്കോട് വെച്ചിട്ട് വണ്ടിയുടെ ബാഗിൽ KSRTC ബസ് ഇടിച്ചു. KSRTC ബസ് ഇടിച്ചപ്പോൾ പുതിയ വണ്ടി, രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഞാനൊന്ന് ഇറങ്ങി നോക്കി, അപ്പോൾ ഡിക്കി എല്ലാം കൂടി ഉള്ളിലോട്ട് കയറിയിരിക്കുക. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ഇറങ്ങി ബസ് ഓക്കെ കുഴപ്പമില്ല, കാരണം എനിക്ക് 1000 രൂപ ചിലവ്, ബാക്കി ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അവരിങ്ങനെ കണ്ടുപിടിച്ചിരിക്കും വണ്ടി ഇടിച്ചിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ വെച്ച് ഇപ്പം തെറ്റ് ആരുടെയോ ഭാഗത്താണ്.
ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെടാത്ത ഒരു ടീം അവിടെ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ടീം നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ശ്രമിക്കുക. ഇപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് എന്തുമാത്രം വലുതായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും ആ ഒരു ഫെമിലിയാരിറ്റി ഒരു ബേർഡനുമാണ്. ബേർഡനല്ല, അതൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക, നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായത് പോട്ടെ, പക്ഷേ ഇനി ഒരു തെറ്റുണ്ടായാൽ അത് പാർട്ടിക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പാർട്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പാർട്ടി ലീഡർഷിപ്പിനപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തകരുണ്ടല്ലോ, ഈ രാത്രികളിൽ അപ്പോൾ അവർ വിഷമിക്കും. അപ്പോൾ ഈ ചിലരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യും, ചേട്ടാ അറിയാതെ പോലും ഒന്നും പറ്റിപ്പോയത് ശ്രദ്ധിച്ചോണേ, ഞങ്ങളുടെ ഇതാണ് വിഷമമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം 24-ൽ ചർച്ച ഈ ധനരാജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പം ഞാൻ പറഞ്ഞു, ഞാനും അന്ന് പ്രീജിയാണ് ഇടതുപക്ഷത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രീജി ഞാനും നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമ്മൾ വീണുപോയാൽ, ഞാനോ താങ്കളോ ഒരു കൊലക്കത്തിക്ക് ഇരയാക്കപ്പെട്ടാൽ നമ്മളുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് അത് അടിച്ചു മാറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആ ചർച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങൾ നാക്ക് പഴച്ചു പോലും അങ്ങനെ പറയരുത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്നാ ചേട്ടാ, അല്ല നിങ്ങൾ വെറുതെ പോലും ഇങ്ങനെ മരിച്ചു പോകുന്ന കാര്യമോ അവന്മാർ കൊല്ലുന്ന കാര്യമൊന്നും പറയരുത്, അറിയാതെ അറം പറ്റി പോയാലോ എന്നോർത്ത് ഇങ്ങനെ ഭയങ്കര വേദനയോടുകൂടി എന്നെ വിളിച്ച് സംസാരിച്ച ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അപ്പം നമ്മളെ അവർ സ്നേഹിക്കുന്നത് നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തെയാണ് സ്നേഹിക്കുന്നത്, വസന്ത് എന്ന വ്യക്തിക്കൊന്നും. അപ്പം നമ്മൾ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു, അപ്പോൾ അവർക്ക് കോൺഗ്രസിനോടുള്ള സ്നേഹമാണ് നമുക്ക് കൂടി സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. അവരെ വേദനിപ്പിക്കരുത്, അവരെ വിഷമിപ്പിക്കരുത്, അവർക്ക് വിഷമമുണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു ന്യായീകരിക്കേണ്ട വരുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ബുദ്ധിമുട്ടുകൾ ഇനി ഉണ്ടാവരുത് എന്നത് വളരെ കൃത്യമായി നോക്കേണ്ടതായി വരും. താങ്കളത് പറഞ്ഞപ്പോഴാണ് എന്നെ ഒരു ചേച്ചി നമ്മുടെ ചർച്ചകൾ കണ്ടിട്ട്, എൻ്റെ എല്ലാ ചാനലുകളും കാണുന്ന ഒരാൾ, സ്ഥിരം പ്രേക്ഷകർ, ഒരു കോൺഗ്രസ്സുകാരിയാണ്. പുള്ളിക്കാരി എനിക്കൊരു മെസ്സേജ് അയക്കുകയാണെ, രോഹിത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിൽ തെറ്റൊക്കെ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാനൊരു സ്ത്രീയാണ്, പക്ഷേ രാഹുൽ ഇത്രത്തോളം ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എന്താ ഈ കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കാത്തത്? കോൺഗ്രസിന് വേണ്ടി പല വേദികളിലും സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്താ എത്രയോ എടുത്ത് നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ ഈ അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനും സഹോദരന്മാരാകാം. അപ്പോൾ അങ്ങനെ വസന്തിനൊക്കെ ഒരുപാട് സഹോദരങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിച്ചു വന്നാൽ, താങ്കളിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ഔദ്യോഗിക വക്താക്കന്മാരുടെ പാനലിലുള്ള ആളാണ്. സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് നാട്ടിലെ ഒരു സംവിധാനങ്ങളോടും താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പാലാ നഗരസഭാ അധ്യക്ഷ നമ്മുടെ ദിയയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പിള്ളേർ പോയപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ദിയൊക്കെ സംസാരിക്കുമ്പോൾ എത്ര ഭയങ്കര പാഷനേറ്റീവായിട്ടാണ് സംസാരിക്കുക. ആ ഫണ്ട് കുറവാണ്, ഫണ്ട് കൊണ്ടുവരണം, 2 വർഷമേ ഉള്ളൂ, ഇതൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ കാര്യമായിട്ട് സംസാരിക്കുകയാണ്. അതുപോലെ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ ലിസ്റ്റ് കണ്ടപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കും. ഞാൻ ആലോചിക്കുന്നു, ഇത്രയും പേര് നമ്മുടെ പാർട്ടിയിൽ ഈ പാർട്ടിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാർഡ് വരുന്നത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നറിയില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടിക്കെതിരെ മത്സരിക്കാൻ വൈറൽ സ്ഥാനാർത്ഥി വൈഷ്ണവിയുടെ പേര് പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ഗ്രാഫ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ചെറുപ്പക്കാർക്ക് വലിയ അവസരങ്ങൾ കൊടുക്കുന്നു പാർട്ടിയിലേക്ക്. കോൺഗ്രസിലേക്ക് മാത്രമല്ല കേട്ടോ, CPM-ലായാലും BJP-യിലായാലും ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വരുന്നത്. പക്ഷേ താങ്കളുടെ മേഖല ഈ കോട്ടയം കേന്ദ്രീകരിച്ച്, എല്ലായിടവും ഉണ്ട് എങ്കിൽ പോലും കോട്ടയം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ കൂടുതലായും വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ഒരു വലിയ ജനസംഖ്യ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ലേഡി ഞാനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, രോഹിത് ഞാൻ വേറൊരു പൊസിഷനിൽ ഇരുന്ന ആളാണ്, അപ്പോൾ ഹസ്ബൻഡ് ന്യൂസിലാൻഡിൽ ജോലി കിട്ടി വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ ജോലിക്ക് പോകാനാണെങ്കിൽ ജോലി കിട്ടും, ഇത് ഞാനൊരു കമ്പനിയുടെ വലിയ HR മാനേജറായിട്ടിരുന്ന ഒരാൾക്ക് അത് പറ്റുന്നില്ല, അതുകൊണ്ട് വലിയ പാടാണ്, ഇവിടെയൊക്കെ ജോലി കിട്ടാൻ വലിയ പാടാണെന്ന് പറയുന്നു. പക്ഷേ ഇവർക്ക് കേരളം വിട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകാനുള്ളൊരു താല്പര്യം, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആളെ കിട്ടാത്ത ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുക? 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയവാദം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. 2 കാരണങ്ങളാണ്. ഒന്ന്, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ 10 വർഷത്തിനിടയിൽ ഈ മയക്കുമരുന്ന്, ഡ്രഗ്സ് പോലെയുള്ളവ വളരെ സുലഭമായി നമ്മുടെ കോളേജുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഈ സാധനം കിട്ടുന്ന പോലെ. ഇപ്പോൾ ഞാനും അങ്ങൊക്കെ കോളേജ് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു 2014 ആ ഒരു സമയമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, ആ സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ മദ്യപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ പോലും അത് വലിയ വിഷയമാണ്. നമ്മൾ അയാളെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ അത് വലിയ വിഷയമാണ്, നാട്ടുകാർ അറിഞ്ഞു വലിയ വിഷയം. ഞാൻ പഠിച്ച പുറത്താട്ടോ, കോയമ്പത്തൂർ, അതുകൊണ്ട് വലിയ വിഷയം. പക്ഷേ ഇന്നത് MDMA-യും കഞ്ചാവും ഒക്കെ വളരെ സുലഭമാണ്. കുട്ടികൾ ഏതാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതങ്ങനെ ലഭ്യമാക്കിയതിൻ്റെ പിന്നിൽ
ഒരു അജണ്ടയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. നമ്മുടെ ഈ വരുന്ന യൂത്ത് അവരെ വന്ധീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം എല്ലാ കാലത്തും ഈ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് യുവാക്കളാണ്. ഇപ്പോൾ നേപ്പാളിൽ നോക്കൂ, ജെൻസി മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് അവിടെ ആ സർക്കാർ താഴെ പോകുന്നത്. ബംഗ്ലാദേശിൽ പോലും ജെൻസി മൂവ്മെൻറ്റുകളാണ് എല്ലായിടത്തും വർക്കായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ സർക്കാരിൻ്റെ കൊള്ളരുതായികളെ എക്സോർ വൈ ഏത് സർക്കാരും ആയിക്കോട്ടെ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി വരുന്ന യുവാക്കളെ ഒന്നെങ്കിൽ വന്ധീകരിക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മൈക്കിനും മറ്റൊന്നും കഞ്ചാവിനൊക്കെ അടിമപ്പെടുത്തുക, അല്ലെങ്കിൽ അത് സുലഭമാക്കുക എന്നുള്ളത്. അങ്ങ് വിചാരിക്കുന്നുണ്ടോ കേരള പോലീസ് വിചാരിച്ച ഒരാഴ്ചക്കുള്ളിൽ സെറ്റിൽ ചെയ്യും? ഒരാഴ്ച മാക്സിമം അല്ലേ? ആ ഒരാഴ്ചക്കുള്ളിൽ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ചെയ്യേണ്ട എന്നവർ തീരുമാനിച്ചിരിക്കും? ഒന്നാമത്തേത്. രണ്ട്, ഇവിടെ നിന്ന് വിദേശത്തേക്ക് യുവാക്കൾ പോകുന്നത് രാഷ്ട്രീയവാദത്തിൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ ലീഡർഷിപ്പുകളൊന്നും സംസാരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇൻക്ലൂഡിങ് മീ, ഞാനടക്കമുള്ളവർ പറയുന്ന കക്ഷി രാഷ്ട്രീയമാണ്. പക്ഷേ അവർക്ക് ആവശ്യം അതല്ല. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലെ കുറ്റം പറയുന്നു, അവർ ഇപ്പുറത്തെ സൈഡിലെ കുറ്റം പറയുന്നു, പരസ്പരം പോരടിക്കുന്നു. അതിലേക്ക് ഇന്നത്തെ യുവാക്കൾക്ക് താല്പര്യമില്ല. അവർ പ്രോഗ്രസീവായി സംസാരിക്കാനും പ്രോഗ്രസീവായി ചിന്തിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ ബഡ്ജറ്റ് വന്നില്ല. ഈ ബഡ്ജറ്റിനെ പറ്റി നമുക്ക് കുറേ രാഷ്ട്രീയ വിമർശനമുണ്ട്, LDFന് കുറേ രാഷ്ട്രീയ അവകാശവാദമുണ്ട്. പക്ഷേ ഇന്നത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്നത് അതിലെന്ത് നമ്മുടെ നാടിന് കിട്ടി, എന്തൊക്കെ കിട്ടാനുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ എന്തൊക്കെ ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ചർച്ച ചെയ്യുന്നപ്പോൾ മാതൃഭൂമി ഇരുന്നപ്പോൾ ഞാൻ LDFിൻ്റെ അരുൺകുമാറാണ്, നമ്മുടെ അഡ്വക്കേറ്റ് എറണാകുളക്കാരൻ. അരുൺകുമാറിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വൈറ്റ് പേപ്പർ പുറത്തിറക്കാൻ തയ്യാറുണ്ടോ? 10 വർഷം നിങ്ങൾ ഇന്ന കാര്യം കൊണ്ടുവന്നു, ഇന്ന കാര്യം ചെയ്തു, ഇന്നതാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത്, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ സർക്കാരിന് ആർജവമുണ്ടോ? അത് ചെയ്യില്ല. പക്ഷെ അതാണ് യുവാക്കൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെ ചെയ്തു? കോൺഗ്രസിനോടും ആ ചോദ്യം വരും. ഞങ്ങളിപ്പോൾ പ്രകടനപത്രികയുമായി ഇറങ്ങി അടുത്ത തവണ പറഞ്ഞ് വന്നാൽ 5 വർഷം കഴിയുമ്പോൾ അതേ യുവാക്കൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? നാട്ടിൽ റബ്ബർ പാർക്ക് വരും എന്ന് പറഞ്ഞാൽ എന്ത് റബ്ബർ പാർക്ക് എന്ന് ചോദിക്കും. അത് യുവാക്കൾ അതാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ പണ്ടത്തെ ഈ ഏതെങ്കിലും സരിതമാരുടെ സാരിത്തുമ്പിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം യുവാക്കൾ ആഗ്രഹിക്കുന്നില്ല. അത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ എത്രയൊക്കെയോ സ്പേസ് ഉണ്ട് ഈ വിദേശത്തേക്ക് കുട്ടികൾ പോകാൻ കാര്യം. ഒന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് ഒരു ഇൻ്റർനാഷണൽ വാല്യൂ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നിൽ ഈ അനാവശ്യമായ സമരങ്ങൾ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ വാല്യൂ നമ്മളുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഈ പറയുന്ന ഒരു VC ഒരാൾ വെക്കുന്നു, ആ VC അടുത്ത ആൾ എടുത്ത് കളയുന്നു, അയാൾ ചായ കുടിക്കുന്നതിന് മുമ്പ് അടുത്ത VC വരുന്നു. ഇങ്ങനെ കുത്തഴിഞ്ഞൊരു സംവിധാനമായി യൂണിവേഴ്സിറ്റികൾ മാറിയിട്ടുണ്ട്. കൂടുതലും CPM സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് യൂണിവേഴ്സിറ്റികളുടെ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥാപനങ്ങളിൽ. അതിൽ ഒരു കൃത്യമായ ഒരു പ്രൊഫഷണൽ ടീം അവരുണ്ടാവണം. അതിൽ രാഷ്ട്രീയ അപ്പോയിൻമെൻറ്റുകൾ മാക്സിമം ഒഴിവാക്കണം എന്ന അഭിപ്രായക്കാരനാണ്. ഇപ്പം രാഷ്ട്രീയപരമായി അപ്പോയിൻമെൻറ്റ് ഉണ്ടായാൽ അതിൻ്റെ ഗുണം കിട്ടുന്നത് ഭരിക്കുന്ന പറയും. ഇപ്പോൾ കോൺഗ്രസ് വരെയാണ്, കോൺഗ്രസ് അതിനാണ് ഗുണം കിട്ടുക. പക്ഷെ ഞാൻ പറയുന്നത് അത് ഒഴിവാക്കണം. ഒരു പ്രൊഫഷണൽ ടീം ഉണ്ടാവണം, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അത് കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ള ഒരു പ്രൊഫഷണൽ ടീമിനെ കൊണ്ടുവരണം. യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസത്തെ നവവൽക്കരിക്കണം. അതിന് വ്യത്യസ്തമായ ഐഡിയ ഉണ്ടാവണം. അത് കോൺഗ്രസിനുണ്ട്, ഞങ്ങളത് പറയുകയും ചെയ്യും. VD സതീശൻ അടക്കമുള്ളവർ, KC വേണുഗോപാൽ അടക്കമുള്ളവർ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. 2, നോക്കൂ, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എവിടേക്കാണ് ഈ പറയുന്ന ടെക്നോ പാർക്ക് അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലുള്ള സംവിധാനങ്ങളുള്ളത്? കോട്ടയത്ത് ഒരെണ്ണം ഇല്ല. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്ന കുട്ടികളുള്ളത്. അത് എനിക്ക് വ്യക്തിപരമായി നേരിട്ടറിയാം. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പക്ഷേ കാഞ്ഞിരപ്പള്ളി വരെ എത്തുന്ന ഒരു 6 കിലോമീറ്ററിനിടയിൽ 100 പേരെ ഞാൻ എണ്ണി കാണിച്ചു തരാം. IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ 100 പേരെ. ഒരു 6 കിലോമീറ്ററിൽ 100 പേർ കോട്ടയത്ത് IT മേഖലയിൽ വർക്ക് ചെയ്യാണ്. കോട്ടയത്ത് എവിടെയാണ് ഒരു IT പാർക്കുള്ളത്? ഒരു IT പാർക്ക് നമുക്ക് ആവശ്യമല്ലേ? അതിന് പറ്റിയ സ്ഥലം പാലായോ അല്ലെങ്കിൽ ഈ പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ്. അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ IT പാർക്കുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡാമുള്ള സംസ്ഥാനം കേരളമാണ്. എന്തുകൊണ്ടാണ് ഈ ഡാമിനെ നമുക്ക് ഒരു ധനാഗമ സംവിധാനമാക്കാൻ പറ്റാത്തത്? 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഡാമുകൾ അതിൻ്റെ 100% എഫിഷ്യൻസിയിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല, അത് ചെയ്യണം. 2, ഇവിടെ ഈ മത്സ്യകൃഷി പോലുള്ള കാര്യങ്ങൾ എത്രയോ ചെയ്യാൻ പറ്റും. കേരളത്തിൽ എല്ലാവരും മത്സ്യം ഉപയോഗിക്കുന്നവരാണ് ആണല്ലോ അല്ലേ? അപ്പോൾ കൂടുതൽ മത്സ്യകൃഷി അവിടെ നടത്തിയെന്ന് പറഞ്ഞ് ഒരിക്കലും അതിന് ഡിമാൻഡ് ഇല്ലാതിരിക്കില്ല. ഡാം എന്തിനാണ് വെറുതെ ഇടുന്നത്? മത്സ്യകൃഷി നടത്തിക്കൊണ്ട് തന്നെ ഡാമിനെ നമുക്ക് ഈ ഇലക്ട്രിക്കലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അത് വിദേശ രാജ്യങ്ങളിലെല്ലാം പ്രൂവണാണ്. ജർമ്മനിയൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തത്? അല്ല, മാത്രമല്ല ടൂറിസത്തിനും വലിയ സാധ്യതകൾ അവിടെ ഉണ്ടല്ലോ. വളരെ. ഈ ഡാം ടൂറിസം ഒക്കെ വലിയ പണ്ടേ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ വിട്ട സാധനങ്ങളാണ്. നമ്മളിപ്പോഴും അതിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല, ചെയ്യാൻ സാധിക്കുന്നില്ല. അല്ല, ഇതിനേക്കാൾ വസന്തി ഇപ്പം പറഞ്ഞതിനേക്കാൾ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ് സ്പിരിച്വൽ ടൂറിസം. അതെ. സ്പിരിച്വൽ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ വിളനിലമായിരിക്കും കേരളം. ഈ
വിദേശ നാണയം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും, വിദേശ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തും. ആരും അതിപ്പം ഹൈന്ദവരുടെ ആകട്ടെ, ക്രൈസ്തവരുടെ ആകട്ടെ, ഇസ്ലാം മത വിശ്വാസികളുടെ ആകട്ടെ, ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു 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 വലിയ ടൂറിസം പദ്ധതികൾ ഉണ്ടാക്കിയാൽ പിന്നെ ഇവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ എൻ്റെ നാട് തന്നെ വെച്ച് പറയാം. കോട്ടയത്ത് വന്നാൽ ക്രിസ്ത്യാനികളുടെ കാര്യം എടുക്കാം. അവിടെ അൽഫോൺസാമ, ചാവറയച്ചൻ, യവുപ്രാസ്യാമ, ഇങ്ങനെ ഇന്ത്യൻ സഭയ്ക്കുള്ള വിശുദ്ധരിൽ ഏതാണ്ട് പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ കോട്ടയംകാരാണ്. അപ്പോൾ കോട്ടയത്ത് അത് ബേസ് ചെയ്തൊരു കണക്ഷൻ, ഒരു കണക്റ്റഡ് സ്പിരിച്വൽ ടൂറിസം സെൻറ്റർ, ഹബ്ബ് അത് ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചിന്തിക്കാത്തത്? ഇപ്പം ഈ വളരെ വേദനയോടുകൂടി ഞാൻ പറയും, ഈ നമ്മുടെ അൽഫോൺസാമയുടെ ഭരണങ്ങാനം പള്ളിയുടെ ഫ്രണ്ടിൽ റോഡിൽ പോലും കുഴികളുണ്ട്. അതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പം അൽഫോൺസാമ എന്ന് പറയുന്നത് ഭാരത സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധയാണ്. ആ വിശുദ്ധയുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ മടിക്കുന്നത്? അത് ചെയ്യണ്ടേ? അങ്ങനെ അതും ഈ പറയുന്ന ചാവറയച്ചൻ്റെ ശവകുടീരമൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്പിരിച്വൽ ടൂറിസത്തിന് വലിയ സ്പേസ് ഉണ്ട്. ഇനി അതേ കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയുടെ ആത്മാഭിമാനമായ ശബരിമലയുള്ളത്. ശബരിമല തുടങ്ങുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. എരുമേലി അങ്ങേക്ക് അറിയാമല്ലോ. എരുമേലിയിൽ 4 അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുമിച്ച് നിന്ന് പേട്ട കൊള്ളാൻ ഇടയില്ല, റോഡില്ല, നല്ല കടകളില്ല. എന്താണ് ആ പ്രശ്നം എന്നുള്ളത് നമ്മൾ സംസാരിക്കേണ്ടതായി വരും. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, വെള്ളം എത്തിച്ചു കൊടുക്കാൻ പോലും അയ്യപ്പ ഭക്തർക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ വലിയ ഈ ഉത്തർപ്രദേശിൽ നിന്ന് പോലും അയ്യപ്പ ഭക്തർ അവിടെ എത്തുന്നുണ്ട്. എരുമേലിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അയ്യപ്പ ഭക്തന്മാരുമായി, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ ഉത്തർപ്രദേശിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തി. അവിടെ നിന്ന് പോലും അവർ അയ്യനെ കാണാൻ ഇവിടെ വരികയാണ്. വലിയ സന്തോഷത്തോടു കൂടിയാണ് അയ്യനെ കാണാൻ വരുന്നത്. അല്ല, മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലമാണ് ഇങ്ങനെയൊക്കെ ബ്രാൻഡ് ചെയ്തെടുക്കാവുന്നത്. പിന്നെ ഉറപ്പായും. പക്ഷെ അത് ആ ഒരു സ്പിരിച്വൽ ടൂറിസത്തെ വർക്ക് ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പം തിരുനാവായിൽ മഹാമാഘ മഹോത്സവം നടക്കുകയാണ്. അത് കേരളത്തിന്റെ കുംഭമേള എന്ന രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന്റെ സംഘാടകരുടെ പിന്നിൽ ഈ പറയുന്ന സംഘപരിവാർ ശക്തികളൊക്കെ ഉണ്ടാകും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മലപ്പുറത്ത് വെച്ച് ഈ പരിപാടി നടത്തുകയാണ്. ഇത് സംസ്ഥാന സർക്കാർ ഒരു തീരുമാനത്തിലെത്തുകയാണ്, അവർക്ക് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിനാരും സംഖ്യവൽക്കരിക്കത്തില്ല. കാരണം ഈ മഹാമാഘ മഹോത്സവത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ ശ്രീനാഥ് കാര്യമായിട്ട് ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് KSRTCക്ക് ശബരിമലയിൽ നിന്ന് കിട്ടിയ വലിയ വരുമാനം ഉണ്ടല്ലോ, വലിയ വരുമാനം, അതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ സർക്കാർ തലത്തിൽ ഒരു സഹായവും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് മുടക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ, ഇതിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടി സംഘപരിവാറിന് അവിടെ വളരാനുള്ള വളമിട്ട് കൊടുക്കുകയാണ്. തീർച്ചയായും ഇതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിരിച്വൽ ടൂറിസം ഏത് മതത്തിൻ്റെ ആണെങ്കിലും അത് സർക്കാർ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ ഈ വർഗീയ സംഘടനകൾ അത് ഏറ്റെടുക്കും, സംഘ് പരിവാർ അത് ഏറ്റെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അവിടുത്തെ വിശ്വാസികൾ ചോദിക്കും, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ലേ അവർ ചെയ്യുന്നത്, നിങ്ങൾ എന്താ അവരെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കും. നോക്കൂ, കുംഭമേള, മഹാകുംഭമേള നടന്നപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയിരുന്ന വരുമാനം, കാരണം നോക്കൂ ഇതിന്റെ ഇമേജ് ഒക്കെ മാറുമല്ലേ. മുഹമ്മദ് റിയാസ് നേരിട്ട് അവിടെ ചെന്ന് നിന്ന് അവിടെ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അവിടെ എവിടെയാണ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനോ, ഒരു ലഹള ഉണ്ടാക്കാനോ, ഒരു വഴക്കുണ്ടാക്കാനോ മറ്റവർക്ക് സാധിക്കുക? അവര് അപ്പൊ അതിന് തയ്യാറല്ല എന്നുള്ളതാണ്. സാമ്പത്തികം വരാനുള്ള മാർഗങ്ങളെ ഇവര് ഒഴിവാക്കുകയാണ്. ആ ഇടങ്ങളിലേക്ക് മറ്റ് ശക്തികൾ കടന്നുകൊടുക്കും. അത് ശബരിമലയിലെ തന്നെ ആവശ്യമില്ലാത്തൊരു സമരത്തിന് സ്പേസ് കൊടുത്തു BJPക്ക്. BJP അങ്ങനെയാണ് ശബരിമലയുടെ ആ ഭാഗത്ത് വളർന്നത് തന്നെ. അവർ BJPക്കും സ്പേസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ്. അതേസമയം നമുക്കൊരു ടൈം ട്രാവൽ നടത്തി നോക്കാം. ഇപ്പോൾ ശബരിമല വിധി ഇന്ന് വരുന്നു, സർക്കാർ തീരുമാനിക്കുകയാണ് ഈ വിധി വന്നുവെങ്കിലും നമുക്കിത് എടുത്തിയാടി നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. നമ്മളത് എന്ത് ചെയ്യുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ഒരു അപ്പീൽ കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് അതുകൂടി വരട്ടെ, എന്നിട്ട് സർവകക്ഷി യോഗം വിളിച്ച് എല്ലാ സംഘടനകളെയും കേട്ട ശേഷമേ ഇതിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നെങ്കിൽ പിണറായി വിജയൻ്റെ ഇമേജ് അവിടെ പോയി നിൽക്കുമായിരുന്നു. സംഘപരിവാർ സംഘടനകൾക്ക് കമാന്നൊരു അക്ഷരം ഉണ്ടാകാനുള്ള സ്പേസ് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് എടുത്തിയാടി വിധി വന്നു, എന്നാൽ നാളെ തൊട്ട് ഞാൻ നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കണ്ടു. പക്ഷെ അവിടെയും കോൺഗ്രസ് സമരരംഗത്തും ഉണ്ടായിരുന്നു, ഞങ്ങൾ കോടതിയിൽ പോയി, അത് ജനം തിരിച്ചു. ഞാനൊരു അഭിഭാഷകന്റെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു സിനിമ എന്നൊരു സ്വപ്നത്തിലാണ്. അപ്പോൾ അതാണ് വിഷയം. അപ്പോൾ എന്തായാലും ഈ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുകയാണെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു എൻ്റെ രീതിയിലുള്ള ഒരു സിനിമ ഒരിക്കലും വർക്കൗട്ട് ആവില്ല, അതിന് അപ്രൂവൽ ഒന്നും കിട്ടില്ല. സർക്കാർ മാറി വരുമോ എന്ന പ്രതീക്ഷയാണ്, ഇല്ലെങ്കിൽ നമ്മൾ താത്തു വെക്കാം എന്നുള്ള കണക്കൂട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഈ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ നിയമവശങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. നമുക്ക് ഇത് ചെയ്താൽ ഇങ്ങനെ അവിടെ അപ്രൂവൽ കിട്ടും, കാരണം ഒരു പ്രൊജക്റ്റ് ആണല്ലോ, പ്രിലിമിനറി ചർച്ചയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരൻ ഇദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. കുടുംബത്തോട് അവിടെ കയറി വന്നു. അപ്പോൾ ഇദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി, എന്നോട് വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ശബരിമല വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി വന്നിരുന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഈ പമ്പയിൽ
വലിയ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവിടെ ഈ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ നെഞ്ചുരുകയാണ്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചാണ്, ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. ഓരോ പോലീസുകാരനും അവിടെ ഓരോ അയ്യപ്പനെ തള്ളി മാറ്റുന്നതും തല്ലാൻ ലാത്തി ഒന്നും സങ്കടത്തോടെയാണ്, ചെയ്യണം, ജോലിയാണ്, ചെയ്യാതെ വേറെ നിവർത്തിയില്ല. ഈ സമയത്ത് BJP അവിടെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളുമായി വരുന്നു. പക്ഷെ അതിലൊന്നും ഒരു ആത്മാർത്ഥമല്ല. പക്ഷെ അവിടെ കെ. സുധാകരൻ്റെ ഒരു എൻട്രി ഉണ്ട് പമ്പയിലേക്ക്. സത്യം എന്നോട് രോഹിത്, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല രോഹിത്, പക്ഷെ കെ. സുധാകരൻ്റെ അവിടെ എൻട്രിയിൽ ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ എൻ്റെ രോമം എഴുന്നേറ്റ്. നമ്മൾ മെൻഷൻ ചെയ്ത് പോകേണ്ട ചില പേരുകാരുടെ കാര്യം പറയുകയാണ്. കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഒരുപക്ഷെ ഇതൊരു ദൈവികമായ കാര്യം കൂടി ആയതുകൊണ്ടായിരിക്കും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ആ വോട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, സംഘ് പരിവാർ സംഘടന അവിടെ നടത്തിയത് ഒരു ഡ്രാമയാണ് എന്ന് ജനം മനസ്സിലാക്കി. അതായത് അവർ കോടതിയിൽ പോയില്ല. ആ കോടതിയിൽ ഈ വിധി സമ്പാദിച്ചെടുത്തത് ഒരു സംഘ് പരിവാർകാരിയാണ്. അതായത് അവിടെ സ്ത്രീയെ പ്രവേശിപ്പിക്കണം. രണ്ട്, അവർ അതിനെതിരായി കോടതിയിൽ പോയില്ല. പക്ഷെ കോൺഗ്രസ് എന്ത് ചെയ്തു? ഞങ്ങൾ കോടതിയിലും പോയി. അറ്റ് ദ സെയിം ടൈം അങ്ങ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ കെ. സുധാകരനാവട്ടെ, അവിടുത്തെ MP ശ്രീ ആന്റോ ആന്റണി ആവട്ടെ, ഇങ്ങനെയുള്ള നേതാക്കളെല്ലാം ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഞങ്ങളുടെ പ്രവർത്തകരെ മാത്രമല്ല, വിശ്വാസികൾ, സമരം ചെയ്യുന്ന വിശ്വാസികളെ പോലീസ് അടിച്ചാൽ ആ ലാത്തി പിടിച്ചു മേടിച്ച് തിരിച്ചടിക്കും എന്ന നിലയിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അത്ര ആർജവത്തോടു കൂടിയാണ്. ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് വലിയ വേദന ഉണ്ടാകുമായിരുന്നു. ഈ പറയുന്ന നമ്മുടെ ഈ അയ്യപ്പ ഭക്തരെ പോലീസ് അടിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് നുറുങ്ങിപ്പോമായിരുന്നു. അത് പറയുന്നത് അതിശോക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ കാര്യം അവർ ഈ തലയിൽ ഇരുമുടിക്കെട്ടും കെട്ടി, ചിലപ്പോൾ ചെരുപ്പൊന്നും ഇടാതാണ്, അങ്ങനെയൊക്കെ അറിയാമല്ലോ അല്ലേ, ചെരുപ്പൊന്നും ഇടാതെ ഈ വെയിലത്തൂടെ ഈ അയ്യപ്പ വിശ്വാസികൾ ദിവസങ്ങൾ യാത്ര ചെയ്താണ് വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സ്വരുക്കൂട്ടി വെച്ച പൈസയായിട്ട് വരുന്നത് അയ്യപ്പന് കൊടുക്കാൻ വേണ്ടി. ആ വരുന്നവരെ പോലീസ് കൈകാര്യം ചെയ്തു. അങ്ങനെ കൈകാര്യം ചെയ്തെന്ന് കാണുമ്പോൾ നമുക്ക് ആർക്കും കൈ കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പം പോലീസിൻ്റെ ലാത്തി മേടിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഉള്ളിൽ വേദനയായിരുന്നു എന്ന് എന്നോട് പങ്കിട്ട ചില ഉദ്യോഗസ്ഥരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ ആ ഒരു അവസ്ഥ അവിടെയുണ്ട്. അപ്പോൾ ഈ സംഘ് പരിവാർ പോലുള്ള സംവിധാനങ്ങൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ പമ്പയുടെ വിഷയം കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി പറഞ്ഞു. സത്യമല്ലേ, പമ്പ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നദിയാണ്. നമ്മുടെ ഈ വിശ്വാസവുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന നദിയാണ്. ആ നദിയിൽ അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നില്ല, പക്ഷേ വിസർജ്യം ഒഴുകുന്നു എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണ്. അപ്പോൾ സർക്കാർ പറഞ്ഞു, സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യില്ല, കേന്ദ്രമാണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ ബഡ്ജറ്റ് പൈസ മാറ്റി വെച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്തവർ എങ്ങനെയാണ് ആ പൈസ മാറ്റി വെച്ചത്? അപ്പോൾ പമ്പ ക്ലീൻ ചെയ്താൽ, അത് വൃത്തിയാക്കി അതിൻ്റെ സ്ഥലങ്ങൾ ഇപ്പം പലയിടത്തും പമ്പയുടെ സൈഡിൽ ഈ പറയുന്ന ഭക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ കാര്യങ്ങൾ വൃത്തിയാക്കി എടുക്കണം, സൈഡ് കെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ആ ഒരു മഹാപ്രളയത്തിന് ശേഷം ഇപ്പോഴും ത്രിവേണി പോലെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇപ്പോഴും ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്. അതിൽ സർക്കാരിന് മറ്റൊരു അജണ്ടയുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അവിടെ പാർക്കിംഗ് കൊടുത്താൽ KSRTC കിട്ടുന്ന വരുമാനം കുറയും. എന്നാൽ നിലയ്ക്കൽ എന്നുള്ള സംവിധാനങ്ങളുണ്ടോ? ഇപ്പൊ ഈ പറയപ്പെടുന്ന ശബരിമല ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടാട്ടോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത്. ഇപ്പൊ ഇത്തവണ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 4 ദിവസം ഉണ്ടായ വലിയ ഭക്തജന തിരക്ക്, നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കുണ്ട്. ഇവർ ഈ വഴിയിൽ ഈ അയ്യപ്പ ഭക്തന്മാരെ അങ്ങ് പറഞ്ഞതുപോലെ 10-20 ദിവസം കാൽനടയായിട്ട് വന്നവരെ അടക്കം, കുഞ്ഞുങ്ങളെ അടക്കം, മാളികപ്പുറങ്ങളെ അടക്കം കെട്ടി നിർത്താതെ ഈ നിലയ്ക്കൽ ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ, അവിടെ വിരിവെക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ പോയി വണ്ടിയിൽ കിടന്നുറങ്ങുന്ന ഡ്രൈവർ ആ പൊരുവെയിലത്ത് കിടന്നുറങ്ങേണ്ടുന്ന സാഹചര്യമാണ്. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. വേണ്ട, ഇത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന നിലപാടാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ഈ പറഞ്ഞ അവിടെ സ്പിരിച്വൽ ടൂറിസം ഒന്ന് നടത്തി നോക്കട്ടെ. നിലയ്ക്കലൊക്കെ ഒരു വലിയ ഹബ്ബായി മാറും, അതിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവർ പറയും ഈ പറയുന്ന ഫോറസ്റ്റ് ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാം. കോവിഡിൻ്റെ സമയത്ത് വയനാട്ടിൽ നിന്ന് കിൻഡൽ കണക്കിന് തേക്ക് മുറിച്ച് ഇവിടെ എത്തിക്കുന്നതിൻ്റെ അകത്ത് ഒരു ഫോറസ്റ്റ് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിലയ്ക്കലൊക്കെ ഒരു വലിയ ഒരു ബിസിനസ് ഹബ്ബാവും. അവിടെ എത്രയോ കുട്ടികൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, നമ്മുടെ യുവാക്കൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. എത്രയോ പേർക്ക് ആ ബിസിനസിന്റെ ഭാഗമായി കിട്ടുന്ന പൈസ സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് വസന്ത്ജി, ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടികൾ അങ്ങ് പറഞ്ഞു ഈ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ പറ്റി സംസാരിച്ചു. ഇപ്പം ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്, ഡിഗ്രി പഠിച്ചത് കോയമ്പത്തൂരാണ്. പക്ഷെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഭൂട്ടാനിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു, ശ്രീലങ്കയിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കാരണം അവർ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആ രാജ്യങ്ങളിൽ നല്ല വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്. അവിടെ അത്ര നല്ല ഇത് കിട്ടുന്നില്ല. ബീഹാറിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ വന്ന് നമ്മളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് അതിനും അപ്പുറത്തേക്ക് ഞാൻ ചിന്തിക്കുന്നത് ഈ പുതിയ ജെൻസി കുട്ടികൾക്ക് വിദേശ രാജ്യത്ത് പോയി പഠിച്ചാൽ ഒരു സാമ്പത്തിക ലാഭം, അതായത് 4 വർഷത്തെ ഒരു പഠനത്തിനൊപ്പം ജോലിയും ചെയ്ത് പണവുമായിട്ട് വരാം. ഇവിടുത്തെ ഒരു കലാലയങ്ങൾ ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടുത്തെ കലാലയങ്ങളിൽ വീട്ടുകാരുടെ പൈസയ്ക്ക് പോകുന്നു, പഠിക്കുന്നു, കുറേ പേര് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, കുറച്ച് പേര് അങ്ങ് പറഞ്ഞ പോലെ ലഹരിക്ക് പിന്നാലെ പോകുന്നു, കുറേ പേര് കുറച്ച് പ്രണയങ്ങളും ഒക്കെ ആയിട്ട്, ക്യാമ്പസ് പ്രണയങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു, അല്ലെങ്കിൽ ചിലർ പഠിക്കാൻ വേണ്ടി പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അങ്ങ് പോവുകയാണ്.
പഠനത്തിനോടൊപ്പം ജോലി എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല. ജൻസി കുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. നമ്മൾ നോക്കിപ്പം ഈ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ എവിടെയാണെന്ന് അറിയാം. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിലെ പ്രശ്നം അത് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റുമായി, കാര്യം നമ്മൾ പഠിച്ചതാണ്, യൂണിവേഴ്സിറ്റി കൃത്യമായി എക്സാം നടത്തി കാണും, ഒക്കെ ശരി. പക്ഷേ ആ ഒരു സർട്ടിഫിക്കറ്റുമായി നമ്മൾ വേറൊരിടത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ ആ പ്രശ്നമുണ്ടായ യൂണിവേഴ്സിറ്റി അല്ലേ എന്ന് ചോദിക്കും. ആ ബുദ്ധിമുട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു 3 മാസമെങ്കിലും കൃത്യമായ സമയത്ത്, അതായത് നടത്തേണ്ടതേ പ്ലസ് 3 മാസം, ആ 3 മാസത്തിനുള്ളിലെങ്കിലും എക്സാം ഈ കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ യൂണിവേഴ്സിറ്റിയിലുണ്ടോ? MG യൂണിവേഴ്സിറ്റിയിലുണ്ടോ? ഇല്ല. ക്രമാതീതമായി, അതായത് സമയബന്ധിതമായ റിസൾട്ടുകൾ വരുന്നില്ല. എന്നിട്ട് ഇവർ പറയും ഇത് ഞങ്ങളുടെ വലിയ സംവിധാനമാണ് എന്ന് പറഞ്ഞെങ്കിലും അതുണ്ടാകുന്നില്ലല്ലോ. പണ്ട് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉണ്ടാകുന്നത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു മന്ത്രിയുണ്ട് ഈ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി. രസം എന്താണെന്ന് അറിയോ? ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ്. അപ്പോൾ അവരാണ് മറ്റേ എന്താണ് വെൻ ഐ ഗോ ഔട്ട് ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം അതാണ്. അപ്പോൾ അത് ജനം കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ ഈ സംഭവം കേട്ടത് ഭയങ്കര ട്രോളായല്ലോ. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇവർ ഡോക്ടർ ആർ ബിന്ദു എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഞാൻ ഓർത്തു ഇവർക്ക് വല്ലോ കണക്കിലോ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ ആയിരിക്കും ഡോക്ടറേറ്റ് ഉള്ളത് എന്നോർത്ത് ഞാൻ ഇവരുടെ ഡോക്ടറേറ്റ് ഏതിലാണ് എന്ന് നോക്കി. ഇവരുടെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണ്. യെസ്, നോക്കൂ, വെൻ ഐ ഗോ ഔട്ട് ഹോം ഇൻ മൈ ഹെഡ് എന്ന് പറയുന്ന ആളുടെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മണ്ടത്തരം പറഞ്ഞിട്ട് അവരുടെ ഡോക്ടറേറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ വിദേശത്ത് നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ അവരോട് ചോദിക്കില്ലേ, നിങ്ങൾ ഇതുപോലെയാണ് ഒപ്പിച്ചത് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം വലിയ കാര്യമാണ്. അതായത് പഠനത്തിനോടൊപ്പം തന്നെ ജോലിയും നോക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം, പാർട്ട് ടൈമായി മറ്റും. പക്ഷെ അതിനുള്ള അവസരങ്ങളില്ല എന്നുള്ളതാണ്. സാഹചര്യങ്ങളില്ല. ഇപ്പം ഒരു പരിധി വരെയൊക്കെ കോളേജിൽ ടീച്ചേഴ്സൊക്കെ അനുവദിക്കുമെന്ന് വെച്ചു. പക്ഷേ എവിടെ പോയി ജോലി കണ്ടെത്തും? എവിടെയാണ് ജോലിക്കുള്ള സ്പേസ് ഉള്ളത്? ജോലി ഉണ്ടാവണമെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ IT പാർക്കുകൾ ഉണ്ടാവണം, റബ്ബർ പാർക്കുകൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പം അങ്ങ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ വരും. അതിൻ്റെ ഭാഗമായി ഒരുപാട് സംവിധാനങ്ങൾ സർക്കാർ സ്പോൺസേർഡും അല്ലാത്തതും വരും. ഫണ്ടുകൾ ഇവിടേക്ക് വരും. അതിനൊന്നും ആര് തയ്യാറാവുന്നില്ല? ഈ സർക്കാർ തയ്യാറാവുന്നില്ല. ഞാൻ പറയുന്നത് വസന്തി, ഇപ്പോൾ ഒരു 3 വർഷത്തെ ഒരു ബിരുദ കോഴ്സിന് ചേരുന്ന ഒരു സർക്കാർ കോളേജിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് കോളേജിൽ ചേരുന്ന, കേരളത്തിൽ ചേരുന്ന ഒരു വിദ്യാർത്ഥി, ഇവർ ഫസ്റ്റ് ഇയർ വരുമ്പോൾ തന്നെ ഇവർ കൂട്ടായ്മകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 60 പേര് പഠിക്കുന്ന ഒരു കൂട്ടായ്മ, ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു 15 പേര് വെച്ചിട്ടുള്ള ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് ഇവർക്ക് സ്വന്തമായ ഒരു വ്യവസായം തുടങ്ങാൻ, ഒരു സംരംഭം തുടങ്ങാനുള്ള സാഹചര്യം. നമുക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ പോലെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. അപ്പോൾ കോളേജിലൊരു 7 മണിക്കൂർ സമയമാണ് കോളേജിൽ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു പഠനത്തിനൊരു 4 മണിക്കൂറും ഇതിനൊരു 3 മണിക്കൂറുമായി മാറ്റി ഇതിൻ്റെ സമ്പ്രദായം മുഴുവൻ മാറ്റിയാൽ ഇവർ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നത് കയ്യിലൊരു തൊഴിലുമായിട്ടായിരിക്കും. പിന്നാലെ വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള തൊഴിൽദാതാക്കന്മാരായി ഓരോ ബിരുദധാരികളും മാറുന്നൊരു സാഹചര്യം. ചിലത് പരാജയപ്പെടാം, ചിലത് വിജയിക്കാം. സർക്കാർ എത്രയോ പദ്ധതികൾക്ക് വേണ്ടി ഫണ്ട് വെക്കുന്നു. ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മേഖലയിൽ ഉണ്ടാകും. ഉറപ്പായിട്ടും അത് വേണം. ഞാൻ പറയുന്നത് ഇപ്പോൾ ഓരോ ജില്ലകളിലും ഒരു 2-3 ബഡ്ഡിംഗ് സോണുകൾ ഉണ്ടാക്കണം. അതായത് ഈ കോളേജുകളിലുള്ള കുട്ടികൾക്ക് വെളിയിലിറങ്ങി വന്ന് അവർക്ക് ഇൻ്റർനെറ്റ് അടക്കം ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അവരുടെ ബിസിനസ് ആശയങ്ങൾ ചർച്ച ചെയ്യാനും ഇരുന്ന് സംസാരിക്കാനും പറ്റുന്ന, അത് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്ന, അത് മെയിൽ ചെയ്യണമെങ്കിൽ മെയിൽ ചെയ്യാനും അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന ഈ ഒരു സെമി IT പാർക്ക്, അതായത് ബഡ്ഡിംഗ് സോൺ എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ബഡ്ഡിംഗ് സോൺ, നമ്മുടെ കുട്ടികൾക്ക് ബഡ് ചെയ്യപ്പെടാനും പറ്റുന്ന ഒരു സ്ഥലം. അത് ഒരു ജില്ലയിൽ ഒരു 2 വേണം. ഇപ്പോൾ 3 കോളേജുകൾക്ക് ഒരെണ്ണം വെച്ചാൽ അവിടെ വന്നാൽ കുട്ടികൾക്ക് ഇരിക്കുക, അവർക്ക് സംസാരിക്കുക. അപ്പോൾ വേറൊരു കോളേജിൽ ഒരുത്തൻ വരുമ്പോഴായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് അവനുമായി ചേർന്ന് പോകുന്നത്. അപ്പോൾ അവർ തമ്മിൽ കൈ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സ്പേസ് ഇപ്പം ദിവസത്തിൻ്റെ 4-3 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു 2 ദിവസം 3 ദിവസത്തിൽ 1 ദിവസമെങ്കിലും ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ ഒരുപാട് ബിസിനസ് സാധ്യതകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിദേശത്ത് ഇപ്പം നമുക്കറിയാവുന്ന പ്രമുഖ കമ്പനികളുടെ എല്ലാം CEO-മാർ ആരാണ്? ഇന്ത്യക്കാരാണ്. കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ രക്ഷയില്ലെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ പൂച്ചയെ പിടിച്ച് വേറെ സ്ഥലത്തേക്ക് ഇടുമ്പോൾ പൂച്ച എങ്ങനെയാണ് ചാടുന്നത്, അതുപോലെ ഇവിടെ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്. പൂച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ഇടന്ന് കൈയും കാലും ഇട്ട് അടിക്കാന്നുള്ളൂ. കൃത്യമായ ഫീൽഡ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് വളരാൻ പറ്റുക. അതിനുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുള്ള സാഹചര്യം അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ കുട്ടികൾ മുഴുവൻ രാഷ്ട്രീയവാദികളാവും. ഇവരെല്ലാം ലഹരിക്ക് അടിമപ്പെടും. ഇവർ തോക്കെടുത്ത് നാളെ തെരുവിലിറങ്ങും. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്കാരിന് നിയന്ത്രിക്കാൻ സാധിക്കുക? 2, ഈ പറയുന്ന കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ തീറ്റിപ്പറ്റിയാൽ മാത്രം ഈ സംവിധാനമെല്ലാം മുമ്പോട്ട് പോകും. പണ്ട് ഗൾഫ് പണം ഉണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാർ കൂടുതലും പോകുന്നത് ഗൾഫിലായിരുന്നു. അത് തെറ്റല്ല കേട്ടോ. ഗൾഫിൽ പോയി അവർ കഷ്ടപ്പെടും. അവിടെ ഈ അന്നത്തെ കാലത്ത് വിനോദ ഉപാധികളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ പൈസ നേരെ അവിടെ ചിലവാക്കുന്നില്ല. അതേപടി കേരളത്തിലേക്ക് വരും. അപ്പോൾ കേരളത്തിൽ പണം ഉണ്ടാവും. പക്ഷേ ഇന്ന് പോകുന്ന എല്ലാ യൂറോപ്യൻ കൺട്രികളിലേക്ക് മലയാളികൾ ഗൾഫിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. വലിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാം മലയാളികളായി
മാറി. അതെ അതെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ബിസിനസ്സുകാരനെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വലിയ വലിയ പോസ്റ്റ് ലൈഫ്. എടാ ഇവിടുത്തെ ബിസിനസ്സുകാരുടെയൊക്കെ ഫണ്ട് അവിടെ പാർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കമ്പനിയാണ്. അതങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരാൾ പറയാണ് 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദുബായിൽ. ഞങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യും, ഇന്ന ഇവിടെ ചെയ്യാം, അത് അതിന് വേണ്ടുന്ന സഹായങ്ങളുള്ള കൺസൾട്ടൻസിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലീവ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഏട്ടാ ഭയങ്കര പരിപാടി, ഫണ്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോവാം. മാത്രമല്ല യൂറോപ്പിലേക്കാണ് ഈ അല്ലാത്ത ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ യൂറോപ്പിൽ തന്നെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റും. ഇനി അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ജനറേഷനുള്ള അപ്പനും അമ്മയും അവരുടെ മരണം വരെ മാത്രമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു പോകും. ബാക്കി നമ്മുടെ കുട്ടികളെല്ലാം അവിടെ തന്നെ പെർമനൻ്റ്ലി പ്ലേസ്ഡ് ആവും. അപ്പോൾ പ്രശ്നം എന്താ, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എല്ലാം അവിടേക്ക് പോകും. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഈ പറയുന്ന കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട കുറേ പേർ, ഒരു കൂട്ടം കൊള്ളരുതാത്തവരുടെ മാത്രം സംഘമായി കേരളത്തെ മാറും. അത് പിടിച്ചു നിർത്തണമെങ്കിലാണ് ഞാൻ പറഞ്ഞത്, ഒരു +2 കാലം തൊട്ട് നമ്മളുടെ കുട്ടികളെ ബഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനൊരു ബഡ്ഡിങ് സോൺ ഉണ്ടാവണം. അവർക്ക് ചർച്ച ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അവരെ ഗൈഡ് ചെയ്യാൻ ഓരോ ജില്ലയിലും കൃത്യമായ ഈ പറയുന്ന ബിസിനസ് ട്രെയിനേഴ്സ് ഉണ്ടാവണം. അതിനൊക്കെ ഫണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എങ്ങനെ നടക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ നേരത്തെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ, അത് ഇപ്പോൾ ഉള്ളത് എറണാകുളത്തുണ്ട്, അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്. അതൊന്നും പോരെന്നേ. കുറച്ചുകൂടി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടാവണം. കോട്ടയത്തുണ്ടാവണം. കോട്ടയം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് കോട്ടയം എൻ്റെ ജില്ലയായതുകൊണ്ടാണ്. എനിക്കതിൽ വ്യക്തിപരമായ ഒരു സ്വാർത്ഥത ഉണ്ട് എന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഉണ്ട് പേപ്പറിൽ വന്നിട്ടില്ല. അതിപ്പോൾ റബ്ബർ പാർക്ക് കോട്ടയത്ത് നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം. പക്ഷേ അത് പോരാ. അത് മുമ്പോട്ട് വരണം. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് സർക്കാർ ഫണ്ട് ചെയ്യണം. കാരണം അവരെ ഫണ്ട് ചെയ്ത്, അവർക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അവരെ ഫണ്ട് ചെയ്ത് സർക്കാർ കൂടി അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ ആയാൽ മതി. ഒരു പുതിയ കമ്പനി വരുന്നു, സർക്കാരിനൊരു 40% ഷെയർ കൊടുക്കണം എന്നൊരു ധാരണ വെച്ച് നോക്കിക്കേ. അപ്പോൾ കുട്ടികൾ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. 60% ഷെയർ അവർക്ക് വെളിവിക്കാം. അപ്പോൾ എന്താ ഗുണം? സർക്കാരിനും ആ കമ്പനിയുടെ ഭാഗമാകാൻ പറ്റും. എന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഫണ്ടിന് വേണ്ടി അലയേണ്ട അവസ്ഥയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകണം എന്ന അഭിപ്രായമാണ് എനിക്ക്. ഈ ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞു വന്ന മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഓണർമാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. അപ്പം അതിൽ 1-2 പേർക്ക് ഈ PRD ഫണ്ടിങ് ഉള്ള കമ്പനിയാണ്. അപ്പം അതിലൊരു ഓണർ പറഞ്ഞിട്ട് എനിക്ക് ചിരിയാ വന്നത്, എന്നോട് അറിയാം, ഒരു 100 പേപ്പർ ഫില്ല് ചെയ്യണം. ഇതിന് ഒരു 2-3 ദിവസം ഞാൻ തന്നെ ഇരിക്കണം. ഇത് ഫില്ല് ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത് തുച്ഛമായ പൈസ. ആ പൈസയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പോലെ മീറ്റിംഗിൽ ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങളെ PRD ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി പറഞ്ഞത്, ഒരു മാധ്യമത്തിന്റെ മുതലാളിക്ക് ഇത് പറയേണ്ടി വന്നാൽ ഒരു സാധാരണക്കാരൻ ഒരു സാധനം നേടിയെടുക്കാൻ വേണ്ടി പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വളരെ കുറച്ച് കൊണ്ടുവന്നാൽ അത് നന്നായിരിക്കും. അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആവണം സർക്കാർ. ഈ ചുവപ്പൻ നാടകൾ ഇപ്പോഴും വളരെ ശക്തമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ അങ്ങ് പറഞ്ഞതുപോലുള്ള വിഷയങ്ങളും ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ. ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിയാൻ വേണ്ടി വന്ന ആൾ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഈ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന റെഡ് ഫ്ലാഗ് കണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വരികയാണ് നമ്മുടെ കുട്ടികൾക്ക്. ജെൻസി ഭാഷയിൽ പറഞ്ഞ റെഡ് ഫ്ലാഗ്, അല്ലെങ്കിൽ ഈ പറയുന്ന ചുമപ്പൻ നാട. ആ നാട കണ്ട് കുട്ടികൾ പേടിച്ചു പോവുകയാണ്. CA2കാരന് പൈസ കൊടുക്കണമെന്നേ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ. CA2കാരൻ വിചാരിക്കാതെ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. DYFI നേതാവ് വരും, അവന് പൈസ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സുഹൃത്തിൻ്റെ അടുത്ത് CPM അവിടെ പിരിവിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ അവനോട് അവൻ പറഞ്ഞു, CPM ആണ്, സംഘടനയാണ്, ഒരു കാര്യം ചെയ്യും, ഒരു 1000 രൂപ പിരിവെഴുതിക്കോളൂ എന്ന് പറഞ്ഞു. 1000 രൂപ CPM-നെ സംബന്ധിച്ച് ചെറിയ എമൗണ്ടാണ്, നമുക്കൊക്കെ വലിയ കാര്യമാണ്. പക്ഷേ അവർ പറഞ്ഞു 25,000 രൂപ കിട്ടാതെ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആളുടെ കയ്യിൽ കൊടുക്കും എന്ന് പറഞ്ഞു, ഈ പിരിക്കാൻ വന്ന ആളുടെ കയ്യിൽ. അപ്പം അവിടുത്തെ LC സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ അവിടെ ഇരിക്കും, അവിടെ ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഇരിക്കും. ഞാൻ നേരിട്ട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ചേട്ടൻ അവിടെ ഇരുന്നിട്ട് വൈകിട്ട് 4 മണിയാകുമ്പോൾ ചേട്ടൻ അവിടെ നിന്ന് പോയാൽ മതി. ഈ 4 മണി വരെ ചേട്ടൻ്റെ പരിവാരത്തിനും ആവശ്യമായ ഫുഡ്, സ്നാക്സ്, AC എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാം. ചേട്ടൻ അവിടെ ഇരിക്കും. വൈകിട്ട് ഈ 25,000 രൂപയുടെ കളക്ഷൻ ആ കടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കടയല്ല അതൊരു ടൈൽ ഷോപ്പാണ്, 25,000 രൂപയുടെ കളക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ, കച്ചവടം നടക്കുക, ലാഭമല്ല, 25,000 രൂപയുടെ കച്ചവടം നടന്നെങ്കിൽ ആ പൈസ ചേട്ടനെടുത്തു എന്ന് പറഞ്ഞു. അവർക്കത് പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ അത് ഉണ്ടാവുന്നില്ലെന്ന് അവർക്കറിയാം. അതായത് കച്ചവടം ഇല്ല, ബിസിനസ് നടക്കുന്നില്ല. ബിസിനസ് നടക്കണമെങ്കിൽ ഇപ്പോൾ ടൈലിൻ്റെ കാര്യം ഞാൻ പറയാം, അത് നടക്കണമെങ്കിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും വീട് വെക്കണമെങ്കിൽ വീട് വെക്കാനത്തേക്ക് പൈസ ഉണ്ടാവണം. പൈസ ഇല്ലല്ലോ. ഈ ലൈഫ് മിഷനിൽ നിങ്ങൾ പണിതോ എന്ന് പറയും.
ആരെങ്കിലും പോയി താലിമാലയം പൊട്ടിച്ച് പണി തുടങ്ങും, പാതിയാകുമ്പോൾ സർക്കാർ പൈസ നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര എത്ര പ്രതിസന്ധികളുണ്ട്. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലൊരു അനുഭവം പറയാമേ. ഞാൻ ഈ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് വേറെ മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഫാദർ ഗവൺമെൻറ് കോൺട്രാക്ടറാണ്. അപ്പോൾ പുള്ളി കുറേയധികം വർക്കുകളൊക്കെ എടുത്തിട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നം, കുറച്ച് മെറ്റീരിയലൊക്കെ ഇഷ്യൂ ചെയ്ത സമയത്ത് പുള്ളിക്ക് അറ്റാക്ക് വന്നിട്ട് അമൃതയിൽ അഡ്മിറ്റ് ആവും, എറണാകുളം അമൃതയിൽ അഡ്മിറ്റ് ആവും. ഈ സമയത്ത് രാവിലെ നോക്കുമ്പോൾ ഒരു 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 റോഡ് പണിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരുന്ന സമയം ഒരു 6 മാസമായിട്ട് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തിട്ടിരിക്കുകയാണ്, മെറ്റലുകളും മറ്റു സാധനങ്ങളും ഒക്കെ. അപ്പോൾ ടാറ് വരണം, പ്ലാന്റ് വരണം. അപ്പോൾ അച്ഛൻ്റെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നു. അതിൻ്റെ ഒരു ടെൻഷനിലാണ് പുള്ളിക്ക് അറ്റാക്ക് വരുന്നത്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. കാരണം പുള്ളി ഫണ്ട് വെച്ചതാണ്. കുറ്റം പറയുന്നില്ല ഞാൻ. ഇപ്പോൾ ഇത് കേട്ടാൽ ചിലപ്പോൾ എന്നെ വിളിക്കും, കാരണം ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പുള്ളി. ഇപ്പോൾ ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയൊക്കെ ചെയ്തു, വെട്ടിക്കോല പഞ്ചായത്ത്. അപ്പം അദ്ദേഹം ഉപവാസ സമരം, കാരണം അദ്ദേഹത്തിന് വേറെ വഴിയില്ല. അപ്പം ഇത് വാർത്ത വരികയാണ് ലോക്കൽ ചാനലുകളിൽ. അന്ന് ഈ കേബിൾ ചാനലുകളുള്ള സമയത്തല്ലേ. അപ്പം ഞാനിത് അച്ഛനെ കാണിക്കാൻ പറ്റില്ല, ടെൻഷനാവും. സർജറി കഴിഞ്ഞിട്ടില്ല, സർജറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. അപ്പം ആകെ ഇതായി. അപ്പം സർജറി, അപ്പം ഞാൻ നമ്മുടെ പരിചയമുള്ള 1-2 കോൺഗ്രസ്സുകാരോട് വിളിച്ച് പറഞ്ഞു സംസാരിക്കണം, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട്. അപ്പോൾ എനിക്ക് ടാറ് പണിയുടെ ഒന്നും അറിയില്ല. അപ്പോൾ ഒരു കോൺക്രീറ്റ് പണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുപ്പം പോലെ കണ്ടുകൊണ്ട് നമ്മൾ പോയി ചെയ്യിക്കും. അച്ഛനോടൊന്നും ചോദിക്കാനും പറ്റില്ല, ടെൻഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ അവിടെ പോയി. അപ്പം എൻ്റെ അമ്മാവന് കോൺട്രാക്ട് പണിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അതെന്ന് പറഞ്ഞ് ശരി 1-2 പേരെ കണക്ട് ചെയ്ത് തന്നു. അപ്പം ഞാൻ ടാർ എടുത്തു. പൈസയൊന്നുമില്ല, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കടമൊക്കെ വാങ്ങി പലിശക്കൊക്കെ എടുത്തിട്ട്, അങ്ങനെയാണ് ഞാൻ വലിയ പലിശക്കാരനായി, കടക്കാരനായി മാറിയ സമയത്ത് എടുത്തിട്ട് ടാറ് ലോഡ് വന്നു. അപ്പോൾ അവർക്കൊരു ആശ്വാസമായി. ബാക്കി മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്തു. പണിക്കാരെ കിട്ടാനുള്ള താമസം കൊണ്ട് ടാർ പണിയാണല്ലോ. ഇതൊക്കെ ആയിട്ട് ഒരു വിധത്തിൽ ഞാൻ 20-21 വയസ്സിലെ കഥയാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ സാധനം എല്ലാം വന്നു, റോളർ വന്നു, പ്ലാന്റ് വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സൈറ്റ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക. അപ്പോൾ ബ്രദറെല്ലാം ഉണ്ട്, പുള്ളി ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പുള്ളിക്ക് ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. പുള്ളിയും എന്തായാലും വരും, അവിടെയൊക്കെ വരും. ഇതെല്ലാം വന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർ എന്നോട് പറഞ്ഞു 1 രൂപ പോലും ആർക്കും പിരിവ് കൊടുക്കണ്ട, പണി വൃത്തിയാക്കി ചെയ്തതാണ്. അപ്പോൾ ഞാൻ പണി വൃത്തിയാക്കി പണി ആരംഭിച്ച് പിറ്റേന്ന് രാവിലെ CPM-ൻ്റെ LC സെക്രട്ടറി, LC മെമ്പറാണ് പുള്ളി, ഒരു രസീതുമായി വന്നു. ഇതാണ്. അപ്പം ഞാനെന്ത് ചെയ്തു, എൻ്റെ അമ്മാവനെ വിളിച്ചു. അമ്മാവൻ CPM-ൻ്റെ നേതാവാണ്, വേറെ പഞ്ചായത്ത്, വേറെ സ്ഥലത്താണ്. ഞാൻ ഫോൺ കൊടുത്തു. പറഞ്ഞു സഖാവേ, അങ്ങനെ അവർ സഖാക്കന്മാർ തമ്മിൽ കണക്റ്റായി. എന്നോട് പറഞ്ഞു 2000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞു ഒരു CP. ഇപ്പം ഈ 6 മണി പെട്ടെന്ന് തീരുള്ളൂ, എന്നിട്ട് 4 ദിവസം പണിയുള്ളൂ. 2ാമത്തെ ദിവസമായപ്പോൾ CPI-ക്കാർ പിരിവായിട്ട് വന്നു. ആവശ്യം 10000 രൂപയാണ്. ഞാൻ പറഞ്ഞു കോൺഗ്രസ്സുകാർക്കൊന്നും കൊടുത്തിട്ടില്ല, വേണ്ട എന്ന് പറഞ്ഞു. BJP-ക്കാർക്കൊന്നും കൊടുത്തില്ല, കാരണം എനിക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തൊരു BJP-ക്കാരനാണ്. അവരും പറഞ്ഞു പാർട്ടിക്കാരുടെ അവരെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു. CPM-മാർ കൊടുത്തത് 2000 രൂപയാണ്. ഈ 2000 രൂപ CPI-ക്ക് ഞാൻ തരാം, പറ്റില്ല, പണി ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എല്ലാ ദിവസവും ഈ പ്ലാന്റിനൊക്കെ നമ്മൾ വാടക കൊടുത്തേ പറ്റൂ, ഇത് അവസാനിക്കട്ടെ, ഞാൻ തരാം, പോകുന്നതിന് മുമ്പ് തരാം, കാരണം നമുക്ക് അവിടെ നിന്ന് തടിയൂരി പോരണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്ക് അറിയത്തുമില്ല. അപ്പം ഇയാൾക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എന്നാൽ നീ പണി മുടക്ക്, കാരണം നമ്മൾ നിൽക്കുന്ന ഒരു പ്രഷറുണ്ട്. കാരണം ഈ മുടങ്ങി കിടക്കുന്ന പണി തീർക്കാണ്, പലിശക്ക് പണം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്ന. അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ഇതെങ്ങനെയെങ്കിലും തീർത്തിന്, ഇതെങ്ങനെ ബില്ല് മാറണമെന്ന് എനിക്കറിയില്ല. ടാറിൻ്റെ പണിയാണ്. ഇയാൾക്ക് പറ്റില്ല. അവസാനം ഞാൻ എന്നാൽ നിങ്ങൾ കാണിക്കണം. എന്ത് കാണിക്കാൻ? ആകെ 2-3 പേരെ അവിടെ ആ പാർട്ടിയിലുള്ളൂ. ഇയാളുടെ വീട്ടുവാതിക്കലേക്ക് ചെന്നപ്പോൾ അങ്ങ് ഉപദ്രവം, അവിടെ ഇങ്ങനെ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഞാൻ അവസാനം പറഞ്ഞു, ഇനി എത്ര രൂപ അധികം ചിലവായാലും അവൻ പറയുന്ന രീതിയിൽ പണി ചെയ്ത് കൊടുക്കുക, പറഞ്ഞാൽ. അപ്പൊ ഞാൻ ഈ വെള്ളാനകളുടെ നാട് സിനിമയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇപ്പോഴും ചിന്തിക്കും. അതായത് വെള്ളാനകളുടെ നാട്, സന്ദേശം, സിനിമയൊക്കെ പഴയ സിനിമയിലെ ഇതൊക്കെ ഇന്നും യാഥാർത്ഥ്യമാണ്. അതായത് CPM അല്ലെങ്കിൽ CPI ഇങ്ങനെ ചുമപ്പൻ കൊടികൾ, ഈ കൊടിയുടെ ദണ്ടുള്ളവരല്ല, അത് ഇനി എൻ്റെ പാർട്ടിയിൽ ഉണ്ടെങ്കിൽ പോലും അത് തിരുത്തപ്പെടണം എന്ന നിലപാടാണ് എനിക്കുള്ളത്. അവർ ഈ ബിസിനസ്സുകാരുടെ മെക്കിട്ട് കയറുകയാണ്. ബിസിനസ്സുകാരുടെ മെക്കിട്ട് കയറുമ്പോൾ എന്താ പ്രശ്നം അറിയാം? ഇപ്പോൾ അങ്ങേപോലെ ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറയാൻ ധൈര്യമല്ലത്, അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ചെയ്യിപ്പിക്കുക. CPM-മാരോട് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് പണി നടക്കില്ല, കോൺഗ്രസ്സുകാരനാണെങ്കിലും ചെയ്ത് നടക്കൂല. CPI-ക്ക് ആളില്ലാത്തതുകൊണ്ട് നടന്നു, അവൻ പേടിച്ചു പോയി, അത്രേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത പെട്ടുപോകുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരുണ്ട്, അല്ലെങ്കിൽ ഈ പണി നിർത്തി അവർ നാട് വിട്ടു പോകുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ യുവാക്കളെ എല്ലാം നാട് കടത്തുക എന്നത് ഈ വിഭാഗം തന്നെയാണ്
കൂടുതലായും ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളവരാണ്. വസഞ്ചി, നമ്മൾ ഈ ഒരു കരാറുകാരുടെ കാര്യം സംസാരിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ വലിയ പൈസ ഒന്നും ഇല്ലാത്ത ഇടത്തരം കരാറുകൾ, അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന കരാറുകാരുണ്ടല്ലോ. ഇവർ പണിയെടുക്കും. ഇവർ ഈ രാഷ്ട്രീയക്കാർക്ക്, ടെൻഡർ വർക്കാണെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും പിരിവ് കൊടുക്കണം, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് പിരിവ് കൊടുക്കണം, ചിലപ്പോൾ പലിശ എടുക്കണം. ഈ പലിശയും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഇതിനകത്തൊന്നും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഞാൻ ഈ പണി കുറേ കാലം ചെയ്തതാണ്. കാരണം ഈ ഫാദറിന് സുഖമില്ലായിരുന്ന കാലത്ത് അച്ഛൻ ഇങ്ങനെ എപ്പോഴും പണിക്കാർ ഈ പണി ഇതൊക്കെ കാണണമെന്ന് വലിയ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ വരെ ഞാൻ എറണാകുളത്തേക്ക് വരുന്നത് വരെ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുന്നത് വരെ ഞാൻ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഒരു തീരുമാനം എടുത്തു, ഞാൻ കൈക്കൂലി കൊടുക്കില്ല. ചെറുപ്പത്തിന്റെ ഒരു തിളപ്പുണ്ടല്ലോ, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കര. കാരണം എന്നോട് കൈക്കൂലി ചോദിക്കാനും പറ്റില്ല. ഇവർക്കറിയാം എനിക്ക് ഇച്ചിരി രാഷ്ട്രീയവും പരിപാടിയൊക്കെ ഉണ്ട്, എന്നെ പിടിച്ചാൽ കിട്ടൂല എന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ചോദിക്കാനില്ല. അതിന്റെ പകരം എന്താ, ഈ മാസം മാറേണ്ട ബില്ല് എന്നെ മാറുന്ന 2 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കോമൺ പ്രൊസീജിയർ ആണെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പ്രതികരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് സമയത്ത് ബില്ല് കിട്ടും. പക്ഷെ എന്താ, 5 ലക്ഷം രൂപയുടെ പണിയുടെ ബില്ല് 4 ലക്ഷമായി പോകും. എങ്കിലും ഞാൻ തീരുമാനിച്ചു ഇത് കൊടുക്കില്ല. അപ്പൊ ഇത് മുഴുവനായി തീരുമാനം. ഇപ്പൊ പല കരാറുകാരും പ്രായത്തിൽ മൂത്ത് അച്ഛൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നോട് പറയുന്നത്, മക്കളെ അങ്ങനല്ല, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. എന്ത് അവകാശമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു സൈറ്റിൽ ഒരു ഓവർസിയർ രാവിലെ മുതൽ വൈകിട്ട് 2000 രൂപ കൊടുക്കണം. അച്ഛൻ കൊടുക്കുമായിരുന്നേ. ഞാൻ ചോദിച്ചിട്ടുണ്ട് അച്ഛനോട്, എന്തിനാ അച്ഛൻ കൊടുക്കുന്നത്? അവർ വന്നിരിക്കുന്നത് അവരുടെ ജോലിയല്ലേ, എത്ര രൂപ ശമ്പളം മേടിക്കുന്ന ആളാ. ഇത് പ്രശ്നം എന്താ പറയുക, ഇങ്ങനെ ചെറുകിടക്കാരെല്ലാം ഇട്ടിട്ട് പോകും. അങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ഊരാളുങ്കൽ പോലെയുള്ള വൻകിടക്കാരനിലേക്ക് ഇത് പോകും. അപ്പോൾ ഇവർ തന്നെ നിയന്ത്രിക്കുന്ന ഈ കുത്തകകളുണ്ടല്ലോ, ആ കുത്തകകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ പണി നടത്തുന്നത്. ഊരാളുങ്കൽ വന്നു കഴിഞ്ഞാൽ പാർട്ടി പിരിവ് കൊടുക്കത്തില്ലല്ലോ. ഊരാളുങ്കൽ പണി നടത്തുന്ന എവിടെയെങ്കിലും CPM പിരിക്കാൻ പോകുന്നത് അങ്ങ് കണ്ടിട്ടുണ്ടോ? CPI പിരിക്കാൻ പോവില്ലല്ലോ. കാര്യം എന്താ, അത് നമുക്ക് കിട്ടുന്ന ഫണ്ടാണല്ലോ. ഇത് ഏതായാലും കുടുംബത്തോട്ടുള്ള ഫണ്ടാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഊരാളുങ്കലിനെ പോലെയുള്ള, അല്ലെങ്കിൽ ECC പോലെയുള്ള, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അതുപോലെയുള്ള വൻകിടക്കാർ ഇന്ന് ഈ മേഖലയിലുണ്ട്. അവരിലേക്ക് ഈ പൈസയും ഈ പറയുന്ന വർക്കും എത്തിക്കാൻ വേണ്ടിയാണ് ടെൻഡർ വിളിക്കുമ്പോൾ ആൾ വരായിരുന്നാൽ മതിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇതിൽ നിന്ന് പിന്മാറുന്നു, അങ്ങനെ പലരും പിന്മാറുന്നു. അപ്പൊ ടെൻഡർ വിളിക്കുമ്പോൾ ആളില്ല. അപ്പൊ എന്തുണ്ടാവും, സർക്കാരും ഈ ഊരാളെങ്കിലും അല്ലെങ്കിൽ XOR അവരുമായി തീരുമാനിക്കുന്ന ഒരു പൈസയ്ക്ക് ഇത് സെറ്റിൽ ചെയ്യപ്പെടും. അതുകൊണ്ട് ടെൻഡർ വിളിച്ചിട്ട് ആൾ വന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിന് വലിയ പ്രതിരോധം ഉണ്ടാവേണ്ടതുണ്ട്. അത് വരും സർക്കാർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരും സർക്കാർ UDFൻ്റേതാവുമ്പോൾ അതിന് കൃത്യമായ ധാരണ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. ഞാൻ നേരത്തെ ഈ പറഞ്ഞ പല കാര്യങ്ങളെപ്പറ്റിയും ഞങ്ങൾ യുവജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കുന്നുണ്ട്, അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ എടുക്കുന്നുണ്ട്, സ്ത്രീകളുടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ ചെറുകിട കോൺട്രാക്ടേഴ്സിനെ പോലും, അവരുടെ പ്രതിനിധികളെ പോലും ഞങ്ങളുടെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ കൂടി അഭിപ്രായങ്ങൾ, അത് അവരുടെ മാത്രമല്ല, ചെറിയ വഴിയോര കച്ചവടം നടത്തുന്ന പഴം, പച്ചക്കറി, അവരെ പോലും ഞങ്ങൾ കേൾക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവരെ കൂടി മനസ്സിലാക്കിയായിരിക്കും മുമ്പോട്ട് പോകും. അവിടെ ഞാൻ വിമർശനാത്മകമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. അവസാനിപ്പിക്കാം, എനിക്കറിയാം സമയത്തിന് പരിമിതി ഉണ്ടെന്ന്. ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കാം. ഈ UDF അധികാരത്തിൽ വരുമ്പോൾ UDF എപ്പോഴും മുതലാളിമാർക്കൊപ്പമാണ് എന്നൊരു പ്രതീതി പണ്ടുണ്ടായിരുന്നു. അത് കുറ്റകരമൊന്നും അല്ല. മുന്നേ പോയ സർക്കാരുകളുടെ ഭാഗത്ത് പാളിച്ചകൾ ഉണ്ടായിരുന്നു. വരാൻ പോകുന്നൊരു സർക്കാർ അത് UDFൻ്റേതാണെങ്കിൽ അത് ആർക്കൊപ്പമായിരിക്കും? അല്ല, ഒന്ന്, ഈ മുതലാളിമാർക്കൊപ്പമാണ് UDF എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, LDF മുതലാളിമാരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. CPM പിണറായി വിജയൻ A ക്ലാസ് മുതലാളിയല്ലേ? പിണറായി വിജയൻ്റെ മകളുടെ സ്വത്ത് എത്രയാണെന്ന് അങ്ങേക്ക് അറിയാമോ? അവർ നടത്തുന്ന വർക്കുകൾ, സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ PR എക്സസൈസും വീണ വിജയൻ വഴിയല്ലേ പോകുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ട IT ബിസിനസ്സുകളെല്ലാം വീണ വിജയനെ കാണാതെ നടക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തുകൊണ്ടാണ് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ LDF ഗവൺമെൻറ് മാറി UDF ഗവൺമെൻറ് വരുമ്പോൾ ഞങ്ങൾ ആറൊപ്പമാണ് ചോദിച്ചാൽ ഞങ്ങൾ സാധാരണക്കാർക്കൊപ്പമാണ്. അതേസമയം മുതലാളിമാരെ, ബിസിനസ്സുകാരെ മാറ്റി നിർത്തുമെന്നൊന്നും ഞാൻ പറയില്ല. ബിസിനസ്സുകാരെ മാറ്റി നിർത്തണം എന്നത് ബൂർഷകളാണ് അവർ എന്ന് പറയുന്നത് തന്നെ ബൂർഷ ചിന്താഗതിയാണ്. അങ്ങനെയാണ് ഈ നാടിനെ ഈ പരുവാക്കി വെച്ചത്. ബിസിനസ്സുകാരും വേണമെന്നേ, ബിസിനസ്സുകാരും വേണം, ജോലി ചെയ്യുന്നവരും വേണം, തൊഴിലെടുക്കുന്നവരും വേണം. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കമലഹാസൻ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് മദ്രാസിന് വരുമ്പോൾ അമ്മയോട് പറഞ്ഞു, ഞാൻ സിനിമ നടനാവാൻ പോവുകയാണ്. അപ്പോൾ കമലഹാസനോട് അമ്മ പറയും, നീ മദ്രാസിൽ പോയി എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല, തൂപ്പ് പണിയാണെങ്കിലും കുഴപ്പമില്ല, തോട്ടിപ്പണിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പ് വേണം, ആ പണി ചെയ്യുന്നതിൽ മദ്രാസിൽ ഒന്നാമത്തെ ആൾ നീ ആയിരിക്കണം. അത് അദ്ദേഹം ആവുകയും ചെയ്തു. സിനിമ അഭിനയിക്കുന്നതിൽ ഒന്നാമത്തെ ആൾ അദ്ദേഹമായി മാറി. അപ്പം അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ നമുക്കുണ്ടാവണം. ബിസിനസ്സുകാർ, മുതലാളിമാർ ബിസിനസ്സുകാരാണല്ലോ, ബിസിനസ്സുകാരിൽ ദ ബെസ്റ്റ് നമുക്കുണ്ടാവണം.
ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ ടാർ പണി എന്നതിൽ ടാർ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിലും ഏറ്റവും മിടുക്കരായ ആൾക്കാർ നമുക്ക് വേണം. എല്ലാ കാര്യത്തിലും പ്രാവീണ്യമുള്ളവർ വേണം. അവരെ വളർത്തിയെടുക്കുക ഒരു സമഗ്രമായ പദ്ധതിയാണ് UDF നുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പൂഞ്ഞാറിൽ നിന്നുള്ള ഒരു BJP യുടെ സംസ്ഥാന നേതാവിൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അന്ന് ഞാനിങ്ങനെ അദ്ദേഹം ഇങ്ങനെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ പലയിടത്ത് സംസാരിച്ചപ്പം ഇങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടുകളിൽ പൂഞ്ഞാറിൽ UDF ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വസന്തൊക്കെ വന്നാൽ നല്ല സ്ഥാനാർത്ഥി ആയിരിക്കും, പക്ഷെ ജയിക്കില്ല, BJP ജയിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ പോലും അങ്ങനെ BJP-ക്കാർ പോലും അങ്ങേ ഒരു സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിലൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഒന്ന് BJP ജയിക്കുള്ളൂ എന്ന് അവർക്ക് പറയാൻ പറ്റും. കോൺഗ്രസ് ജയിക്കുമെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. പൂഞ്ഞാറിലെ 6 സ്ഥാനാർത്ഥിയായാലും ഇത്തവണ UDF സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഞങ്ങളവിടെ വിജയിക്കും. കാര്യം കഴിഞ്ഞ തവണ ഞങ്ങൾ 3ാം സ്ഥാനത്ത് പോയൊരു സീറ്റാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിൻ്റേതായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ആ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ തവണ ജയിച്ചു. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക്, പാർട്ടി നിയോഗിച്ചാൽ ഉറപ്പായും ഏത് മത്സരത്തിനും ഞാൻ തയ്യാറാണ്. മത്സരരംഗത്ത് ആഗ്രഹമുള്ളവരാണല്ലോ എല്ലാ രാഷ്ട്രീയവും, അതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ചോദ്യം തെറ്റാണ്. മത്സരിക്കാൻ ആഗ്രഹമുണ്ടോ? ഏത് രാഷ്ട്രീയക്കാരനാണ് മത്സരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒക്കെ ഒരു പോസ്റ്റിൽ മത്സരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞാൽ ഏത് പോസ്റ്റിലും ഏത് രീതിയിലും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി പാർട്ടി എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയി പാർട്ടിയോട് കൂറ് പുലർത്താനും ഞാൻ ഉത്തരവാദിയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പാർട്ടി എന്നോട് പറയുകയാണ്, വസന്തി തവണ മാറും നമ്മൾ, അല്ലെങ്കിൽ ഈ സ്ലോട്ട് അല്ല അങ്ങേണ്ടത്, വേറൊരാൾ വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഇല അനങ്ങുന്ന ശബ്ദം പോലും ഉണ്ടാക്കാതെ അവിടെ മാറി നിൽക്കാനും ഞാൻ സന്നദ്ധനാണ്. ചില ഡോക്ടർമാരെ പോലെ ആകില്ല. ഒരിക്കലും അല്ല. നമുക്കിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം എന്ന് ഞാനത് ഉറപ്പ് പറയുന്നു. ചിലപ്പോൾ നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായാൽ അവസാനിപ്പിക്കും. പക്ഷെ അത് ഐഡിയോളജിക്കൽ ഇഷ്യൂസിൻ്റെ പേരിലായിരിക്കും, ഒരിക്കലും സീറ്റിൻ്റെ പേരിലായിരിക്കില്ല എന്ന് ഉറപ്പ് ഞാൻ അങ്ങേക്ക് തരാം. ഈ ഐഡിയോളജിക്കൽ ബേസിലാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഞാൻ രാഷ്ട്രീയക്കാരനായത് തന്നെ ഒരു ഐഡിയോളജിയോട് ആകൃഷ്ടനായാണ്, കോൺഗ്രസ് എന്ന പ്രത്യയശാസ്ത്രത്തോട്. അപ്പം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ തിരുത്തുകയും തിരുത്താൻ ശ്രമിക്കുകയും തിരുത്താൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുക, മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല. പക്ഷേ സീറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളുടെ പേരിൽ മാറി നിൽക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറി നിൽക്കാൻ ഒരു ഇല അനങ്ങുന്ന ശബ്ദം പോലും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. ഇനിയും കാണാം, സംസാരിക്കാം.